السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീഹുൽ ഫിഖ്ഹി അൽ ജാമിഇ ബൈന അൽ മസാഇലിൽ ഖദീമ വൽ ഹദീസ എന്ന ഷെയ്ഖ് അബ്ദുല്ലാഹിൽ ജിബ്രീൻ റഹിമഹുള്ളയുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള ഫിഖ്ഹ് പഠന പരമ്പരയിൽ കിതാബ് ത്വഹാറ ശുദ്ധീകരണം എന്ന ഭാഗത്ത് ബാബുൽ അദാനി വൽ ഇഖാമ ബാങ്കും ഇഖാമത്തും എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 20 ഉപാധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അൽ ബാബുൽ ഹാദി വൽ ഇശ്റൂന 21ാമത്തെ ഉപാധ്യായം, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 1356ാമത്തെ മസ്അലയാണ്. നമ്മുടെ കിതാബിൽ 89ാമത്തെ പേജിലാണ് അതുള്ളത്. 1356 ലാ യുശ്റഉ ലിൽ മുഅദ്ദിനി അൻ യഅ്തിയ ബിസ്സലാത്തിൽ ഇബ്രാഹിമിയ്യത്തി ഖബ്ലൽ അദാൻ. 21ാമത്തെ ഉപാധ്യായം അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ ഖബ്ലൽ അദാൻ എന്നാണ്. ബാങ്കിന് മുമ്പ് ഒരു സ്വലാത്ത് സുന്നത്തുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാന്ദർഭികമായ വിഷയം പരാമർശിച്ചു പോയി. അപ്പോൾ ബാങ്കിന് മുമ്പ് ഇബ്രാഹിമിയ സ്വലാത്ത് സുന്നത്തുണ്ടോ എന്നാണ്. ലാ യുശ്റഉ ശർആക്കപ്പെടുക ഇല്ല. ദിൽ മുഅദ്ദിനി ബാങ്ക് വിളിക്കുന്നവന് അൻ യഅ്തിയ ബിസ്സലാത്തിൽ ഇബ്രാഹിമിയ ഇബ്രാഹിമിയ സ്വലാത്ത് നിർവഹിക്കൽ ഖബ്ലൽ അദാൻ ബാങ്കിന് മുമ്പ് ഇബ്രാഹിമിയ സ്വലാത്ത് നിർവഹിക്കൽ ശർഇൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. വഹിയ ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്തിനാണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന് പറയുക. ഔ ഗൈരി ഹാദിഹി സിഫത്തി, ഇനി അതല്ലാത്ത രൂപത്തിലുള്ള മിന സ്വലാത്തി സ്വലാത്തും ശർആക്കപ്പെടുകയില്ല. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തും ഇല്ല, അല്ലാത്ത സ്വലാത്തുകളും ഇല്ല. ഏറ്റവും ഖൈറായിട്ടും അഫ്ദലായ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. അതില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി ഏതായാലും ഇല്ല എന്ന് വന്നു. അതുകൊണ്ടായിരിക്കണം ഹെഡിങ് അദ്ദേഹം അങ്ങനെ നൽകിയത്. അപ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തോ അതല്ലാത്ത സ്വലാത്തുകളോ ഈ സ്ഥാനത്ത് സുന്നത്താക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ശർആക്കപ്പെട്ടിട്ടില്ല. അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തുകൾ ഫിൽ മുകബ്ബിരി ഔ ഗൈരിഹി, മൈക്കയിലോ അല്ലാതെയോ അങ്ങനെ പ്രത്യേകം ശർഇല്ല. മൈക്കിൽ ഉറക്കെ കൊടുക്കേണ്ടതുമില്ല. ഈ സ്വകാര്യത്തിൽ സ്വലാത്തല്ലാമോ അതും പ്രത്യേകം അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. കമാ യഫ്അലുഹു കസീറും മിനൽ മുഅദ്ദിനീന ഫീ ഹാദാ സമാൻ, ഈ കാലത്തെ ധാരാളം മുഅദ്ദിനീങ്ങൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു രീതി അല്ല എന്നർത്ഥം. ലോകത്ത് പല നാട്ടിലും അത് പതിവുണ്ട്. അപ്പം അങ്ങനെ പല മുഅദ്ദിനീങ്ങളും ഇത് ചെയ്യുന്നത് പോലുള്ള ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലുക എന്ന രീതി അത് ശർആക്കപ്പെട്ടതല്ല. ലിമാ സബഖ ദിക്റുഹു ഇൻദൽ കലാമി അല തസ്മിയത്തി വൽ ഇസ്തിആദത്തി ഖബ്ലൽ അദാൻ. കഴിഞ്ഞ അധ്യായത്തിൽ ബാങ്കിന് മുമ്പ് അഊദു ചൊല്ലുക, ബിസ്മി ചൊല്ലുക, അതൊന്നും സുന്നത്തില്ല എന്ന് പറഞ്ഞല്ലോ. ആ അധ്യായത്തിൽ പറഞ്ഞ കാരണം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. കാരണം എന്താണ്? അദമി വറൂദിഹി ഫി സുന്ന, സുന്നത്തിൽ അങ്ങനെ വന്നിട്ടില്ല. നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ അങ്ങനെ മാതൃക
സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകം സുന്നത്തില്ല. ഇനി അൽ ഫസ്ലു സാനി വൽ ഇശ്റൂൻ 22ാമത്തെ ഉപാധ്യായം തക്റാറുൽ അദാനി വൽ ഇഖാമ. ബാങ്കും ഇഖാമത്തും ആവർത്തിക്കാമോ എന്നാണ്. ഒരു ബാങ്ക് വിളിച്ചു, അതേ സ്കാരത്തിൻ്റെ വേറൊരു ബാങ്കും കൂടി ആ പള്ളിക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ഇഖാമത്തിനാൾ വിളിച്ചു, ഇനി രണ്ടാമത് വേറെ ഇഖാമത്ത് വിളിക്കുക, ഇതൊക്കെ പറ്റുമോ? യുക്റഹു കറാഹത്താക്കപ്പെടും തക്റാറുൽ അദാനി, ബാങ്ക് ആവർത്തിക്കുക എന്ന് കറാഹത്താണ്. ലി ജമാഅത്തിൻ വാഹിദ, ഒറ്റ ജമാഅത്തിന്, ഒരു ജമാഅത്തിന് ഒരു ബാങ്ക്, ആ സ്ഥാനത്ത് ഒരേ ജമാഅത്ത് തന്നെ വീണ്ടും വീണ്ടും ബാങ്ക് വിളിക്കുക എന്നുള്ളത് കറാഹത്താണ്. ലി ഗൈരിൽ ഫജ്രി, ഫജർ അല്ലാത്തതിന്. ഫജർ നമുക്ക് കഴിഞ്ഞ ഇത് പറഞ്ഞു പോയി. ഫജറിന് നേരത്തെ സമയമാകുന്നതിന് മുമ്പൊരു ബാങ്കുണ്ട്, തഹജ്ജുദിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക്. അപ്പോൾ അവിടെ സുബഹിന്റെ നിസ്കാരത്തിന് 2 ബാങ്ക് ചോദിക്കാൻ അർത്ഥമില്ല. ഒന്ന് സുബഹിയുടെ സമയമാകുന്നതിന് മുമ്പുള്ള ഒരു ബാങ്കാണ്. എന്നാൽ ഒരു ജമാഅത്തിന് ഒരു ബാങ്കേ ഉള്ളൂ. അതല്ലാത്ത ബാങ്ക് കറാഹത്താണ്. ലിഅദമി വുറൂദിഹി ഫിസ്സുന്ന, സുന്നത്തിൽ അങ്ങനെ വന്നിട്ടില്ല എന്നതാണ് അത് ന്യായമായി പറയാനുള്ളത്. അത് മുൻകാല പണ്ഡിതന്മാർക്ക് ചർച്ച ചെയ്ത വിഷയമാണ്. അവിടെ നമ്പർ 2 കാണാം, ഖാല ഫി കശ്ഫിൽ അസ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് കശ്ഫുൽ അസ്റാർ എന്ന ഫിഖ് കിതാബിൽ ഈ വിഷയം ചർച്ച ചെയ്ത ആ ഭാഗം. യുക്റഹു തക്റാറുൽ അദാനി ഫി മസ്ജിദി മഹല്ലത്തിൻ, ഒരു മഹല്ലിലെ പള്ളിയിൽ ബാങ്ക് ആവർത്തിക്കുക എന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞത്. വഖാല സർക്കശി, ഇമാം സർക്കശി പറഞ്ഞത്. അങ്ങനെ വ്യത്യസ്തമായ കിതാബിൽ ചർച്ച വന്നൊക്കെ അദ്ദേഹം അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പൊതുവെ പറഞ്ഞു വന്ന ഹുക്കുമാണ് അത് കറാഹത്താണ് എന്നത്. കാരണം അങ്ങനെ പ്രത്യേകം ഒരു തെളിവില്ല എന്നതുകൊണ്ടാണ് അത് കൊടുത്തത്. ഇനി 1358 യുക്റഹു തക്റാറുൽ ഇഖാമത്തി ലി ജമാഅത്തിൻ വാഹിദ, അതേപോലെ ഒറ്റ ജമാഅത്തിന് ഇഖാമത്ത് ആവർത്തിക്കലും കറാഹത്താണ്. മിൻ വാഹിദിൻ ഔ അക്സറ, ഒരാളാവട്ടെ അല്ലെങ്കിൽ ഒന്നിലേറെയാവട്ടെ, എന്താണെങ്കിലും ശരി ഇഖാമത്ത് ആവർത്തിക്കലും ഇല്ല. ഹത്താ ലൗ ഹസല ഫാസിലുൻ കബീറുൻ ബൈനൽ ഇഖാമത്തി വശ്ശുറൂഇ ഫിസ്സലാ, ഇഖാമത്തിനും നിസ്കാരം ആരംഭിക്കുന്നതിനുമിടയിൽ ഇടവേള ദീർഘിച്ചാലും ശരി, ഇഖാമത്ത് വിളിച്ച് പിന്നെ അപ്രതീക്ഷിതമായി കുറേ സമയം കാത്തു നിൽക്കേണ്ടി വന്നു, പെട്ടെന്ന് ഇമാമ് വുദു എടുക്കാൻ പോയി ഇഖാമത്ത് കൊടുത്തതിന് ശേഷം, അങ്ങനെയൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു അനിവാര്യ ഘട്ടം ഉണ്ടായി. അങ്ങനെ ഇഖാമത്ത് വിളിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നിസ്കാരം ആരംഭിക്കാനായത്. എന്നാലും നേരത്തെ വിളിച്ച ഇഖാമത്ത് മതി, അതിന് വേറെ ഇഖാമത്ത് ആവശ്യമില്ല. ലിമാ റബൽ ബുഖാരിയു വ മുസ്ലിമുൻ അൻ അനസിൻ ഖാൽ, അല്ല മതി എന്ന് പറയാൻ തെളിവ് അനസ് റളിയല്ലാഹു പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഉഖീമത്തിസ് സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടു. വന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുനാജി റജുലൻ ഫി ജാനിബിൽ മസ്ജിദ്, പള്ളിയുടെ ഒരു ഭാഗത്ത് ഒരാളുമായി നബി തങ്ങൾ സ്വകാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇഖാമത്ത് വിളിച്ചപ്പോൾ നബി അവിടെ ഒരാളുമായി പള്ളിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഒരാളുമായി സ്വകാര്യ സംഭാഷണത്തിലാണ്. ഹത്താ ഫമാ ഖാമ യുസ്വലാ, നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് വന്നില്ല. ഹത്താ നാമ അസ്ഹാബുഹു, അവിടെ കാത്തിരിക്കുന്ന സ്വഹാബിമാരൊക്കെ ഉറങ്ങുന്നത് വരെയെന്നാണ്. നബി ഇപ്പോൾ വരുന്നൊക്കെ അവിടെ ഇങ്ങനെ കാത്തിരുന്നിരുന്ന അവസാനം പതിലും സ്വഫിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അതിനുശേഷമാണ് നബി തങ്ങൾ ആ സംസാരം അവസാനിപ്പിച്ച് വന്നത്. സുമ്മ ജാഅ, പിന്നെ നബി തങ്ങൾ വന്നു. ഫസല്ലാ ബിഹിം, അവരെയും കൂട്ടി നബി നിസ്കരിച്ചു. അപ്പം അത്രയും ഒരു ദൈർഘ്യം വന്നിട്ട് പോലും രണ്ടാമത് ഇഖാമത്ത് കൊടുക്കി എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. അപ്പം ആ വിളിച്ച ഇഖാമത്ത് മതി എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. സമാനമായ സംഭവം വേറെയുണ്ട്, ശേഷം വരും അത്. അപ്പം ബാങ്കും ഇഖാമത്തും ആവർത്തിക്കുന്നില്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത്. എങ്ങനെ അതിനെ അസുഖ ഇഖാമത്ത് വിളിച്ചാൽ നിസ്കാരം ആരംഭിക്കുന്നു എന്ന അറിയിപ്പാണ് ഇഖാമത്ത്. പക്ഷെ അതിന് ശേഷം ചിലപ്പോൾ ചില തടസ്സങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ ഇമാമ വന്നില്ല, ഇമാമിനെ കാത്തു കാണല്ലോ, ഇമാമ അവിടെ ഉണ്ട്, ഇമാമിന് പക്ഷെ വരാൻ ഒരു തടസ്സം വന്നു, അവിടെ ഇമാമിനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആ ഇടവേള ദീർഘിച്ചാൽ പോലും ഇഖാമത്ത് ആവർത്തിക്കേണ്ടതില്ല എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ബുഖാരി മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച സംഭവമാണ്. അൽ ഫസ്ലു സാലിസ് വൽ ഇശ്റൂൻ 23ാമത്തെ അധ്യായം. ജഅലു മുഅദ്ദിനൈനി ഫി മസ്ജിദിൻ വാഹിദിൻ, ഒറ്റപ്പള്ളിയിൽ 2 മുഅദ്ദിന്മാരെ നിശ്ചയിക്കാമോ എന്നാണ്.
ഒരേ പള്ളി തന്നെ രണ്ട് മുഅദ്ദിനീങ്ങൾ. യുസ്തഹബ്ബു ഇദാ കാനൽ മസ്ജിദു യഹ്താജു ഇലാ മുഅദ്ദിനൈൻ, പള്ളിയിൽ രണ്ട് മുഅദ്ദിനീങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് മുസ്തഹബാണ്. കിബരിഹി, ഒന്ന് വലിയ പള്ളിയാണ്, ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുത്താലൊന്നും ആ പള്ളിയുടെ മറ്റേ ഭാഗത്തേക്കൊന്നും അറിയുക പോലുമില്ല. ഔലി വൈരിലാലിക്ക, അല്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, സൗകര്യത്തിന് വേണ്ടിയോ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഒന്നിലേറെ ആളെ വെക്കൽ ആവശ്യമാണെങ്കിൽ അയ്യജലഹു മുഅദ്ദിനാനി, രണ്ട് മുഅദ്ദിനീങ്ങളെ വെക്കാം. ലിമാ റവാ മുസ്ലിമുൻ അൻ ഇബ്നു ഉമർ ഖാല, ഇബ്നു ഉമറിൽ നിന്ന് ഉള്ളൊരു സംഭവം, ഖാല കാന റസൂലുള്ളാഹി കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅദ്ദിനാനി, നബി ഞങ്ങൾക്ക് രണ്ട് മുഅദ്ദിനീങ്ങൾ ഉണ്ടായിരുന്നു. ബിലാലുൻ വബ്നു ഉമ്മി മക്തൂമിൻ അൽ അഅ്മാ, ഒന്ന് ബിലാൽ, മറ്റൊന്ന് അഅ്മയായ അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം. അപ്പോൾ രണ്ടുപേരാണ് നബിക്ക് മുഅദ്ദിനീങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു വക്തിന് ഒരാളെ കൊടുക്കുള്ളൂ. അപ്പോൾ രണ്ട് മുഅദ്ദിനീങ്ങൾ നിശ്ചയിച്ചിരുന്നു, അത് ഓരോരുത്തരനുസരിച്ച് ബാങ്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒന്നിലേറെ മുഅദ്ദിനീങ്ങൾ വെക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇനി അൽ ഫസ്ലു റാബിഉൽ 24-ാമത്തെ ഉപാധ്യായം 1360-ാമത്തെ മസ്അല, അഖ്ദുൽ ഉജ്റത്തി അലൽ അദാൻ, ബാങ്കിന് കൂലി വാങ്ങാൻ പറ്റുമോ എന്ന്. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നതിന് പൈസ വാങ്ങുക, ശമ്പളം വാങ്ങുക, കൂലി വാങ്ങുക, അത് പറ്റുമോ? അൽ ഔല അൻ യകൂനൽ മുഅദ്ദിനു മുഹ്തസിബൻ, അൽ ഔല ഏറ്റവും നല്ലത് അൻ യകൂനൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ആയിരിക്കലാണ്, മുഹ്തസിബൻ അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാക്ഷിക്കുന്നവനാവുകയാണ് ഏറ്റവും നല്ലത്, വേണ്ടത് തന്നെയാണ്. ഈ കൂലി വാങ്ങാലും വാങ്ങിയാലും ശരി, മുഅദ്ദിന് ഒന്നാമത്തെ നിയ്യത്ത് ഈ ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന വലിയ പ്രതിഫലമാണ് അയാൾ ലക്ഷ്യമാക്കേണ്ടത്. ലിമാ സബത അൻ മുത്രിഫ് ഇബ്നു അബ്ദില്ലാ അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് ഖാല, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽനി ഇമാമ ഖൗമി, എന്നെ നിങ്ങൾ എൻ്റെ കൗമിലെ ഇമാമായി നിശ്ചയിച്ചു തരണം എന്ന് ഞാൻ നബിയോട് പറഞ്ഞു. ഖാല, അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, അൻത ഇമാമുഹും, നീ അവരുടെ ഇമാമാണ്, നിശ്ചയിച്ചു കൊടുത്തു. വഖ്തദി ബിഅദ്അഫിഹിം, നീ മാതൃകയാക്കേണ്ടത് ആ കൂട്ടത്തിലെ ഏറ്റവും ദുർബലനായ ആളെയാണ്. കൗമിൽ പല സൈസ് ആളുകളുണ്ടല്ലോ, അത് വലിയ പൈസക്കാരെയോ വലിയ പ്രമാണിമാരെയോ അല്ല നീ മാതൃക, അവിടുത്തെ ഏറ്റവും ദഈഫായവൻ ആരാണോ അവനെ നീ മാതൃകയാക്കുക. വത്തഖിദ് മുഅദ്ദിന, നീ ഒരു മുഅദ്ദിനെ നീ അവിടെ നിശ്ചയിക്കുക. ലാ യഖുദു അലാ അദാനിഹി ഉജ്റ, ബാങ്ക് വിളിക്കുന്നതിന് പ്രതിഫലം സ്വീകരിക്കാത്ത ഒരു മുഅദ്ദിനെ നീ അവിടെ ഏൽപ്പിക്കുകയും ചെയ്യുക. ഇത് നബി തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാണ്ട് അവസാന കാലത്ത് പറഞ്ഞ ഹദീസാണെന്നാണ്. അപ്പം ബാങ്ക് വിളിച്ചതിന് പ്രതിഫലം പറ്റാത്ത ഒരാളെ നീ അവിടെ നിശ്ചയിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റില്ല എന്ന് കിട്ടുമോ? ഇല്ല. പക്ഷെ ഏറ്റവും നല്ലത് ദുന്യാവിലെ ഒരു പ്രതിഫലം കാക്ഷിക്കാത്ത ഒരു മുഅദ്ദിനുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും മേന്മ, ഏറ്റവും മഹത്വം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ഈ വിഷയത്തിലെ ഒരു അസ്ലി. പൈസ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് തെളിവ് ഈ ഹദീസാണ്. മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും അങ്ങനെ പണം വാങ്ങാം എന്ന് പറഞ്ഞവർ തന്നെയാണ്. അതിന് സമാനമായ മറ്റു ചില സംഭവങ്ങൾ പറയുന്നു. ഇനി വൈൻ അഖദൽ മുസ്ലിമു ഉജ്റത്തൽ അദാൻ, വൈൻ അഖദൽ മുസ്ലിം, ഒരു മുസ്ലിം സ്വീകരിക്കുന്നുവെങ്കിൽ ഉജ്റത്തൻ, ഒരു പ്രതിഫലം, ഒരു കൂലി സ്വീകരിക്കുന്നുവെങ്കിൽ അതിൽ അദാനി, ബാങ്കിന്, ഫലാ ഹറജ, തെറ്റില്ല. ഇദാ ലം യുരിദ് ബിദാലിക ദുനിയ വഹ്ദഹാ, ആ ബാങ്ക് കൊണ്ട് ദുനിയാവ് മാത്രം ഉദ്ദേശിക്കാത്ത കാലത്തോളം. അയാൾക്ക് വേറെ പരലോക കൂലൊന്നും അയാൾ പിന്നെ അജണ്ടയേ അല്ല, അയാൾക്ക് പൈസ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി മാത്രം ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ പറ്റൂല. ശമ്പളം കൊടുക്കാൻ ഒന്നാം തീയതി കൊടുക്കാൻ വൈകിയാൽ അന്ന് ബാങ്ക് കൊടുക്കാൻ വെക്കുക. എന്താ അത് ഒന്നാം തീയതി ശമ്പളം തന്നിട്ടില്ല, അത്രയ്ക്ക് മതി ഇവിടുത്തെ ബാങ്ക് എന്ന് പറയുന്ന മുഅദ്ദിനാണെങ്കിൽ അത് ഏതായാലും പറ്റിയ പണിയല്ല, വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ്. അതിനയാൾക്ക് ദുനിയാവിൽ പക്ഷെ ചില ഉപജീവന മാർഗമായി അയാൾക്ക് വല്ലതും വാങ്ങേണ്ടി വന്നേക്കാം, അയാൾക്ക് വേറെ ജോലിക്ക് പോകാൻ കഴിയില്ല, അവിടെ തന്നെ അയാൾ എൻഗേജ് ആയി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അയാൾ വാങ്ങിയാൽ തെറ്റല്ല. ഇത് പൊതുവെ അംഗീകരിക്കപ്പെട്ട അഭിപ്രായമാണ്. ഈ അഭിപ്രായം താഴെ കണ്ടു. നമ്പർ 3, വഹാദ ഖൗലുൽ മാലിക്കിയ്യ വഅഹ്മദ ഫീ റിവായ വഅക്സർ ശാഫിഇയ്യ. ഇമാം മാലിക്കി മദ്ഹബുകാരുടെ അഭിപ്രായം ഇതാണ്. ഇമാം അഹ്മദിൻ്റെ ഒരു റിവായത്ത് പ്രകാരം ഈ അഭിപ്രായം അതാണ്.
ഷാഫിഈ മദ്ഹബിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പ്രത്യേകം അവിടെ കൊടുത്തിട്ടുണ്ട്. അതില്ലത്തിൽ കസീർ, അപ്പൊ തെറ്റില്ല എന്ന് പറഞ്ഞല്ലോ പ്രതിഫലം വാങ്ങുന്നത്. അതേ തെളിവെന്താണ്? അതിലത്തിൽ കസീറ, ധാരാളം തെളിവുകളുണ്ട്. അല്ലത്തി തദുല്ലു അലാ ജവാസി അഖ്ദിൽ ഉജ്റതി അലൽ ഇബാദാത്തിൽ മഹ്ള, കേവലമായ ഇബാദത്തുകൾ, അത്തരം ഇബാദത്തുകൾക്കും പ്രതിഫലം വാങ്ങൽ അനുവദനീയമാണ് എന്ന് കാണിക്കുന്ന ധാരാളം തെളിവുകൾ വന്നിട്ടുണ്ട്. കഹദീസി റുഖിയത്തിൽ ലദീഖി വഗൈരിഹി, തേള് കുത്തിയ ആളെ മന്ത്രിച്ച ഹദീസ് പോലെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സ്വഹാബിമാർ നാട്ടിൽ ചെല്ലുകയും ആ നാട്ടുകാരോട് ഭക്ഷണം ആവശ്യപ്പെടുകയും ഭക്ഷണം നൽകാതിരിക്കുകയും ചെയ്തു. ആ നാട്ടിലെ ഗോത്രത്തലവന് തേള് കുത്തി ആകെ അബോധാവസ്ഥയിലായി രക്ഷപ്പെടുക എന്ന അവസ്ഥയ്ക്ക് എത്തിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരടുത്തുള്ള ചികിത്സകൾ ചെയ്തു, പക്ഷേ പ്രയോജനമില്ല. അങ്ങനെ ഇവരെ വന്ന് കണ്ടു, നിങ്ങളടുത്ത് വല്ല വഴിയുമുണ്ടോ? അപ്പോൾ അവർ മന്ത്രിക്കാൻ തയ്യാറായി. ഫാത്തിഹ ഓതി മന്ത്രിച്ചു. അങ്ങനെ അയാൾക്ക് സുഖപ്പെട്ടു വന്നു. അങ്ങനെ അതിന് പ്രതിഫലമായി 30 ആടുകൾ അവർ വാങ്ങി എന്ന് പറയുന്ന സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യം നിശ്ചയിച്ചു 30 ആട് തരണം, എന്നാലേ ഞങ്ങൾ മന്ത്രിക്കുള്ളൂ. അപ്പം നിശ്ചയിച്ചു, അത് അംഗീകരിച്ചു, അത് കൊടുത്തു. അങ്ങനെ കിട്ടിയപ്പോൾ അവർക്ക് സംശയം, നമുക്കിപ്പോൾ അത് പറ്റുമോ? നബിയോട് ചോദിക്കാതെ നമ്മൾ എങ്ങനെയപ്പോൾ അത് സ്വീകരിക്കാം? അങ്ങനെ അപ്പം നബിനോട് പോയി ചോദിച്ചു. നബി പറഞ്ഞു, ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് തന്നാളി പറഞ്ഞു. വല്ലതും ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് ലേശം തന്നോളി എന്ന് നബി തങ്ങളവിടെ പറഞ്ഞു. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുത്തു നബി തങ്ങൾ. അതാണ് ഇതിനൊക്കെ തെളിവ്. സമാനമായ പല സംഭവങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് തെളിവായി കാണാം. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വയഹ്റുമു, ഹറാമാണ്, വദ്ഉ മുഅദ്ദിനിൻ റാത്തിബിൻ, ഒരു പതിവായ മുഅദ്ദിനെ നിശ്ചയിക്കുക. എങ്ങനെ? യതഖാലാ റാത്തിബൻ മിൻ ബൈത്തിൽ മാൽ ഔ മിൻ ജിഹത്തിൻ ഖൈരിയ്യ, മുസ്ലിമീങ്ങളെ പൊതു ഖജനാവിൽ നിന്ന് അയാൾ ശമ്പളം പറ്റുന്നു, അല്ലെങ്കിൽ മിൻ ജിഹത്തിൻ ഖൈരിയ്യ, ഒരു ജിഹ ഖൈരിയ്യ എന്നത് ഇപ്പോൾ സംഘടനകൾ, സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, ഒക്കെ ജിഹത്തുൻ ഖൈരിയ്യ എന്നത് നന്മയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട അത്തരം മറ്റു സംരംഭങ്ങൾ, അതിൽ നിന്നൊക്കെ അയാൾ ശമ്പളം പറ്റുന്നു. വഖഫിൻ വനഹബിഹി, അല്ലെങ്കിൽ വഖഫ് മുതൽ നിന്നാണ് അയാൾ ശമ്പളം കൊടുക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ മഹല്ല് പള്ളികൾക്ക് അങ്ങനെയാണ് വഖഫ് സ്വത്താനവർക്ക് ഉണ്ടാവുക. അതിന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് പള്ളിയിൽ ഉസ്താദിനും മുഅദ്ദിനൊക്കെ ശമ്പളം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊരു മുഅദ്ദിനെ വെക്കുകയാണെങ്കിൽ വഹുവ ഗൈറു അദ്ലിൻ, ആ മുഅദ്ദിനാവട്ടെ നീതിമാനല്ല, വിശ്വസിക്കാൻ പറ്റിയ ആളല്ല, നീതിമാനല്ല, അതിലൊന്നും ഒരു അമാനത്ത് കാണിക്കുന്ന ആളല്ല. അത്തരം ഒരു മുഅദ്ദിനെ വെക്കൽ ഹറാമാകുന്നു. ഇങ്ങനത്തെ ഒരു ശമ്പളം കൊടുത്ത് പള്ളി കമ്മിറ്റിയുടെ പൊതുസ്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ വഖഫ് മുതലിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റു ബൈത്തുൽ മാലിൽ നിന്നൊക്കെ ശമ്പളം കൊടുക്കുന്ന ആളാണ് എങ്കിൽ ഒരു മുഅദ്ദിനെ വെക്കുമ്പോൾ കമ്മിറ്റിയുടെ ബാധ്യതയുണ്ട്. ഇയാൾ വിശ്വസ്തനാണോ, നീതിമാനാണോ, ഇയാളിന് പറ്റിയ ആളാണോ എന്നൊക്കെ നോക്കി നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ആളൊന്ന് നമുക്കത് കൃത്യമായി തരക്കേടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടേ വെക്കാവൂ. അല്ലാതെ അതിനിപ്പോൾ ആളെ കിട്ടാതെ കിട്ടനെ പിടിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് ഏൽപ്പിച്ച് ഓനെ ജാതി മതം നോക്കാതെ ഓരോരുത്തരെ പിടിച്ച് ഏൽപ്പിച്ച് പിന്നെ അവസാനം ഓനെ ബാങ്കൊക്കെ പാടാകെ തുമ്പജലാക്കി അതിന് ഉത്തരവാദിത്തം ഇതിൻ്റെ മസ്ഊലിയങ്ങൾക്കാണ്. ലിമാ ഫീ ദാലിക മിൻ ബദ്ലി മാലി ബൈത്തുൽ മാൽ അവിൽ ജിഹത്തിൽ ഖൈരിയ്യ ഫീമാ ഹുവ മക്റൂഹുൻ. കാരണം ബൈത്തുൽ മാലിലെ ധനം കൈകാര്യം ചെയ്യുമ്പോൾ, പൊതു നന്മയുടെ സംരംഭങ്ങളുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ സൂക്ഷ്മത അനിവാര്യമാണ്. അതിനെതിരാണ് ഇത്തരം മാർഗങ്ങളിൽ ആ പണം ചെലവഴിക്കുക എന്നത്. അതാണ് അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ താഴെ ഇബ്നുൽ സമീൻ റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം കൊടുക്കുന്നുണ്ട്. ഷറഹുൽ മുംതഇൽ ഇബ്നുൽ സമീൻ പറഞ്ഞൊരു ഭാഗം, അല്ലാഹു മിനൽ മദ്ഹബി അൻ കൗനഹു അമീനൻ സുന്ന, ഈ മുഅദ്ദിൻ അമീനാവുക എന്ന സുന്നത്താണ് എന്നാണ് മദ്ഹബ്. വസ്സഹീഹു അന്നഹു വാജിബുൻ, യഥാർത്ഥത്തിലോ സുന്നത്തല്ല, അത് വാജിബാണ്. കാരണം അമാനത്ത് എന്നുള്ളത് ഏത് വിഷയത്തിലെയും 2 റുക്കിന് ഒന്നാണ്. ഒരു കൂലി കൊടുത്ത് ശമ്പളം കൊടുത്ത് ഒരാൾ നിയമിക്കുമ്പോൾ അയാൾക്കുണ്ടാവേണ്ട 2 റുക്കിനുകളാണ്. ഒന്ന് അമാനത്താണ്, മറ്റൊന്ന് ഖുവ്വത്താണ്. ആ ഏൽപ്പിക്കപ്പെട്ട സംഗതി ചെയ്യാൻ കഴിയുന്ന ആളാവണം. 2, അതിലയാൾ വിശ്വസ്തനാവണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞ പ്രയോഗമാണ് ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. മൂസാ നബിയുടെ സംഭവം, കവിയാകണം, അമീനാവണം. അവിടെ അമാനത്തില്ലാത്ത ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ റുക്കിനില്ലാതാക്കുകയാണ്. അതുകൊണ്ട് അത് പറ്റില്ല എന്നാണ് ഇബ്നുൽ സമീൻ റഹിമഹുള്ളാഹി
അവിടെ പറയുന്നത്. വല്ലാഹു അഅലം. ഇനി അൽ ഫസ്ലുൽ ഖാമിസ് വൽ 25ാമത്തെ ഫസ്ൽ അൽ ഖുറൂജ് മിനൽ മസ്ജിദി ബഅദൽ അദാൻ. ബാങ്ക് വിളിച്ച ശേഷം പള്ളിയിൽ നിന്ന് പുറത്തു പോകാമോ എന്നാണ്. അതുവരെ പള്ളിക്ക് ഇന്ന് ബാങ്ക് കൊടുത്തപ്പോൾ നേരെ ഇറങ്ങിപ്പോവാം. ഇത് പറ്റുമോ ഇല്ലേ? 1363ാമത്തെ മസ്അല. യഹ്റുമു അൽ ഹറാമാണ് അൽ ഖുറൂജ് മിനൽ മസ്ജിദ്. പള്ളിയിൽ നിന്ന് പുറത്തു പോകൽ ഹറാമാണ് ബഅദൽ അദാൻ, ബാങ്കിന് ശേഷം, ബിലാ ഉദ്രിൻ, ന്യായമായ കാരണങ്ങൾ ഇല്ലാതെ. ശറഅ് അംഗീകരിച്ച ന്യായമായ കാരണമുണ്ടോ ഒരാൾക്ക് പോകാം. ഇപ്പം അടുത്ത 2 പള്ളി, ഇയാൾ ആ പള്ളിക്കത്തെ ഇമാമാണ്, ഒരാവശ്യത്തിന് ഇവിടെ വന്നതായിരുന്നു, ഇവിടെ വന്ന് അത് സംഗതി ചെയ്യുന്ന കൂടെ വാങ്ങി കൊടുത്തു. അല്ല, അവിടെ ചെന്നെങ്കിലേ അവിടെ ഇമാമാക്കാൻ പറ്റുള്ളൂ. അത് ശറഅ് അംഗീകരിച്ചൊരു ഉദ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉദ്റുകൾ ന്യായമായ കാരണങ്ങളാൽ അല്ലാതെ ബാങ്ക് വിളിച്ച ശേഷം പള്ളിയിൽ നിന്ന് പോകൽ ഹറാമാകുന്നു. ഔ നിയ്യത്ത് റുജൂഇൻ, അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള നിയ്യത്തോടു കൂടി അല്ലെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ചെറിയ ആവശ്യമുണ്ട്, ജമാഅത്താകുമ്പോഴേക്ക് ഇങ്ങോട്ട് തന്നെ വരാം എന്നൽക്ക് പോവുകയാണ്. ഒരു തൊട്ടപ്പുറത്ത് കച്ചവടം ചെയ്യുന്നതാണ്, ആ ബാങ്ക് കൊടുത്തപ്പോഴാണ് അയാൾ പള്ളിയിലായിരുന്നു, അപ്പോൾ വേഗം പോയിട്ട് കട അടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരാം, അങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനാണ് പോകുന്നത് എങ്കിൽ ഹറാമില്ല. ഇതിൽ മുഅദ്ദിനും ഹറാമാണ്, വഗൈരിഹി അല്ലാത്തവർക്കും. അപ്പം ന്യായമായ കാരണങ്ങളില്ലാതെ ബാങ്കിന് ശേഷം പള്ളിന് പോവുക എന്നുള്ളത് ഇല്ല. ന്യായമായ കാരണമുണ്ടെങ്കിൽ പോലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞവർ പോലും ഉണ്ട്. അതല്ല പ്രബലാഭിപ്രായം. പ്രബലാഭിപ്രായം ന്യായമായ കാരണമുണ്ടെങ്കിൽ പോകാം എന്നാണ്. വഹാദ ഖൗലു ജമാഹീരി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരെ ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം ഇതാകുന്നു. വഹുക്കിയ, ആ അഭിപ്രായം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇജ്മാഅൻ, ഇജ്മാആയും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്ഥിരപ്പെട്ട ഇജ്മാ അല്ല, അതുകൊണ്ടാണ് ഹുക്കിയ എന്ന് പറഞ്ഞത്. ഹുക്കിയ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇജ്മാ എന്ന് പറയാൻ മാത്രമില്ലെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതാണ്. താഴെ കണ്ട നമ്പർ 3, ഖാല ഇബ്നു അബ്ദുൽ ബർ ഫി തംഹീദി. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല തംഹീദിൽ പറയുന്നു, അജ്മഉ അലൽ ഖൗലി ബിഹാദൽ ഹദീസ് ലിമൻ ലം യുസല്ലി വകാന അലാ ത്വഹാറ വകദാലിക ഇദാ കാന ഖദ് സല്ല വഹദ ഇല്ലാ ലിമാ ലാ യുആദു മിനസ് സ്വലവാത്ത്. ഈ ഹദീസ് പ്രകാരം അവർ ഇജ്മാ ആയി പറഞ്ഞിരിക്കുന്നു, ലിമൻ ലം യുസല്ലി, നിസ്കരിക്കാത്ത ഒരാൾ, വകാന അലാ ത്വഹാറ, wuduണ്ട്, ബാങ്ക് കൊടുത്തിട്ടും അയാൾ പള്ളിയിരിക്കുകയാണ്, നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾക്കും ഇത് ബാധകമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അത്തംഹീദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആവശ്യങ്ങളില്ലാതെ, ന്യായമായ കാരണങ്ങളില്ലാതെ ബാങ്കിന് ശേഷം പള്ളിയിൽ നിന്ന് പോയിക്കൂടാ. ലിമാ റവ മുസ്ലിമുൻ, തെളിവെന്താണ്? ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസ്. അൻ അബി ശഅ്സാഇ ഖാല, അബൂ ശഅ്സാ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഖുഊദൻ ഫിൽ മസ്ജിദി മഅ അബീ ഹുറൈറ, ഞങ്ങൾ അബൂ ഹുറൈറയുടെ കൂടെ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഫഅദ്ദനൽ മുഅദ്ദിൻ, അങ്ങനെ ഇരിക്കെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചു. ഫഖാമ റജുലുൻ, അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് മേ മസ്ജിദി, പള്ളിയിൽ നിന്ന്, യംശി, എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാണ്. ഫഅത്ബഅഹു അബൂ ഹുറൈറ ബസറഹു, അബൂ ഹുറൈറ തൻ്റെ കണ്ണുകൊണ്ട് അയാളെ പിന്തുടർന്നു. എന്ന് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക, എവിടുക്കാ പോണത് എന്നിങ്ങനെ അയാളെ പിന്നാലെ എങ്ങനെ നോക്കി. ഹത്താ ഖറജ മിനൽ മസ്ജിദി, അയാളെങ്ങനെ നടന്നങ്ങനെ പള്ളിയിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോയി. ഫഖാല അബൂ ഹുറൈറ, അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, അമ്മാ ഹാദാ, ഈ മനുഷ്യൻ, ഫഖദ് അസാ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അബുൽ ഖാസിമിനെതിരായി, പ്രവാചകർക്കെതിരായി, പ്രവാചകരെ ധിക്കരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ചെയ്തത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട്, സ്വഹീഹ് മുസ്ലിം 655 റിപ്പോർട്ട്. അപ്പം അങ്ങനെ ഒരു കാരണമില്ലാതെ പോയിക്കൂടാ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ വലാ യദ്ഖുലു ഫീ ഹാദാ, ഈ പറഞ്ഞതിൽ ഉൾപ്പെടുക ഇല്ല അദാനുൽ ഫജ്റിൽ അവ്വൽ, ഫജ്റിൻ്റെ 1ാമത്തെ ബാങ്ക് ഇതിൽ പെടൂല. നേരത്തെ പറഞ്ഞല്ലോ, സമയമാകുന്നതിന് മുമ്പ് 1/4 മണിക്കൂർ മുമ്പ് വിളിക്കുന്ന ബാങ്ക്, ആ ബാങ്ക് കേട്ട പള്ളിക്ക് നിന്ന് പോകാൻ പറ്റുമോ? പറ്റും. കാരണം ഫർദ് നിസ്കാരത്തിലേക്കുള്ള വിളിയല്ല.
അല്ലെങ്കിൽ യകൂനു ഖബ്ലൽ വഖ്തി, അത് വഖ്തിന് മുമ്പാണ് ആ ബാങ്ക് ഉണ്ടാവുക, സമയമാകുന്നതിന് മുമ്പ് വിളിക്കുന്ന ബാങ്കാണ്. ഫഇന്നഹു യജൂസു, അപ്പോൾ ജായിസാണ്. ലിൽ മുഅദ്ദിനി വഗൈരിഹി, മുഅദ്ദിനും അല്ലാത്തവർക്കും ജായിസാണ്. അൽ ഖുറൂജ് മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് പുറത്തു പോവൽ. ലിഗൈരി ഉദ്രിൻ, ഒരു ഉദ്റുമില്ലാതെ. വബിദൂനി നിയ്യത്തി റുജൂഇ, മടങ്ങി വരാൻ നിയ്യത്തില്ലാതെയും ഒരാൾക്ക് പോകാം. വഹാദാ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിഅന്ന നഹിയ, കാരണം എന്തുകൊണ്ടാണ് വിലക്കപ്പെട്ടത്? മിൻ അജ്ലി ഇദ്റാക്കി സ്വലാ, നിസ്കാരം കിട്ടാൻ വേണ്ടിയാണല്ലോ. ജമാഅത്ത് നഷ്ടപ്പെടാൻ പറ്റൂല, ആ നിസ്കാരം ലഭിക്കണം എന്നതുകൊണ്ടാണ് ബാങ്ക് കൊടുത്താൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ ബാങ്കിന് ജമാഅത്തുണ്ടോ? ഇല്ല, അതുകൊണ്ട് അയാൾക്ക് നിയമം ബാധകവുമല്ല. വവഖ്തു സ്വലാ ലം യദ്ഖുൽ ബഅദു, നിസ്കാരത്തെ സമയം ഇതുവരെ ആയിട്ടുമില്ല. കമാ ലാ യദ്ഖുൽ ഫീ ഹാദൽ മൻഇ, ഈ വിലക്കിൽ ഉൾപ്പെടാത്ത പോലെ തന്നെ മൻ ഖറജ ലി ഗറദിൻ സ്വഹീഹിൻ, ശരിയായ ഒരു ആവശ്യത്തിന് ഒരാൾ പുറത്തു പോകുന്നു എങ്കിൽ അയാൾക്കും ഇത് ബാധകമല്ല. നേരത്തെ പറഞ്ഞൊരു ഉദർ, ആ ഉദറുണ്ട്, ഒരു ന്യായമായ ആവശ്യമുണ്ട്, ആ ആവശ്യത്തിനാണ് അയാൾ പോയത് എങ്കിൽ അയാൾക്കും ഇത് ബാധകമല്ല. ലിമാ റവൽ ബുഖാരിയു അൻ അബീ ഹുറൈറത്ത, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖറജ, നബി തങ്ങൾ പുറപ്പെട്ടു. വഖദ് ഉഖീമത്തിസ് സ്വലാ ഉദ്ദിറത്തിസ് സുഫൂഫ്, നിസ്കാരത്തിൽ ഇഖാമത്ത് വിളിക്കപ്പെട്ടിട്ടുണ്ട്, സുഫുകളെല്ലാം ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ ഇദാ ഖാമ ഫി മുസല്ലാഹു, നബി തങ്ങൾ നബിയുടെ മുസല്ലയിൽ നിന്നിട്ടുമുണ്ട്. അപ്പം നബി വന്നു, ഇഖാമത്ത് വിളിച്ചു, സൊഫൊക്കെ ശരിയാക്കി, നബി ഇമാം നിൽക്കുന്ന സ്ഥലത്ത് നബിയുടെ മുസല്ലയിൽ നബി നിന്നു. ഇൻതളർനാ അൻ യുകബ്ബിർ, ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് നബി ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുമെന്ന്. ഇഖാമത്ത് ഒത്ത് സൊഫ് ശരിയാക്കി, ഇമാം നിന്നു, നബി ഇങ്ങനെ അല്ലാഹു അക്ബർ ചൊല്ലാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇൻസറഫ, നബി ഞങ്ങൾ അവിടുന്ന് പിന്തിരിഞ്ഞു പോയി. ഖാല, നബി പറഞ്ഞു, അലാ മക്കാനിക്കും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ എന്നും പറഞ്ഞ് നബി അവിടുന്ന് പോയി. ഫമക്കസ്നാ അലാ ഹൈഅത്തിനാ, ഞങ്ങൾ ആ നൃത്തം അങ്ങനെ നിന്നു. ആൽക്കുറിപ്പെടുത്ത എന്താ നബി പോയത്, എന്താ വിഷയം അറിയില്ല. നബി അവിടെ നിൽക്കാൻ പറഞ്ഞു, നബി പോയി. ഹത്താ ഖറജ ഇലൈനാ, പിന്നീട് നബി ഞങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നു. യൻതിഫു റഅ്സുഹു മാഅ, നബിയുടെ തലയിൽ നിന്ന് വെള്ളമിങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ആ അവസ്ഥയിൽ നബി വന്നു. വഖദ് ഇഗ്തസല, നബി ഞങ്ങൾ കുളിച്ചിരിക്കുന്നു. അപ്പം നബി കുളി നിർബന്ധമായിരുന്നു. ആ ഓർമ്മ ഇല്ലാതെയാണ് നബി അവിടെ സ്കരിക്കാൻ വന്നത്. ജനാപത്തുകാരനായിരിക്കെ കുളിക്കണമെന്ന്, കുളിക്കാൻ വാജിബായിട്ട് കുളിക്കൽ ഓർമ്മയില്ലാതെ നബി ഞങ്ങൾ വന്നതാണ്. പള്ളി വന്ന് ഇമാമക്കാൻ വേണ്ടി അവിടെ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ നേരത്തെ ഓർമ്മയത് കുളിച്ചിട്ടില്ലല്ലോ എന്ന്. നബി അവിടെ പോയി കുളിച്ചു വന്നു. അതുവരെ നബി അവരോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം അത് ബാങ്ക് കൊടുത്ത ശേഷം പോകലാണല്ലോ, പള്ളിയിൽ ബാങ്കും ഇഖാമത്തും കൊടുത്ത ശേഷം പോവുകയാണ്. അതാണ് പലപ്പോൾ ശരിയായ ആവശ്യമുണ്ടെങ്കിൽ പോകാം. ഇനിയിപ്പോൾ ഞാൻ പോയപ്പോൾ ആൾക്കാർ ഇപ്പം എന്താ വിചാരിക്കുക, തൽക്കാലം ഉണ്ടണ്ട എന്നല്ല, അവിടേക്ക് പോകൽ അനുവാദമുണ്ട്. വലിമാ സബത്ത അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ, ഈ പറഞ്ഞ ഒരു തെളിവ്. രണ്ടാമത് തെളിവ് വലിമാ സബത്ത, സ്ഥിരപ്പെട്ടു വന്നതും തെളിവാണ്. അൻ ഇബ്നു ഉമറ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ലമ്മാ സമിഅ തസ്വീബ ഫിൽ ളുഹ്രി അബിൽ അസ്ർ ഖാല ലിമൻ മഅഹു ഉഖ്റുജ് ബിനാ ഫഇന്ന ഹാദിഹി ബിദ്അ. കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മൾ, ഇബ്നു ഉമർ റളിയല്ലാഹു പള്ളിയിലേക്ക് വന്നപ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിൽ തസ്വീബ് കേട്ടു. ബാങ്കിൻ്റെ കൂടെ സല്ലു റഹിമക്കുമുല്ലാഹ് തുടങ്ങിയ കാര്യങ്ങൾ തസ്വീബ് ആണല്ലോ. അങ്ങനെ വാചകം അധികമായി മുഅദ്ദിൻ പറയുന്നത് കേട്ടു. അപ്പം ഇബ്നു ഉമർ പറഞ്ഞു, ഉഖ്റുജ് ബിനാ, നമുക്ക് പോകാം. ഹാദിഹി ബിദ്അ, ഇത് ബിദ്അത്താകുന്നു. അവർ ബിദ്അത്ത് കണ്ടപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പം നമ്മൾ പള്ളിയിൽ കയറി നിസ്കരിക്കാൻ ചെന്നതാണ്. അപ്പോഴാണ് അവിടെ വലിയൊരു ഒരു ജാറം കണ്ടു പള്ളിന് മുമ്പ് തന്നെ. നമ്മൾ അറിയില്ലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ എന്താ ബാങ്ക് കൊടുത്താൽ പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങളുണ്ടെങ്കിൽ പോകുന്നതിൽ ഇതിന് എതിരല്ല. ഇപ്പം നബിയുടെ ഈ പോക്കും ഇബ്നു ഉമറിൻ്റെ ഈ പോക്കും അതിന് തെളിവായി നമുക്ക് സ്വീകരിക്കാം. വദാലിക, ഇതൊക്കെ ഏതുപോലെ ഈ പോകുന്ന ആള് മറ്റൊരു പള്ളിയിലെ ഇമാമാണ്, അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിലെ മുഅദ്ദിനാണ്
എന്നതുപോലെ ഔനഹബിദാലിക്ക് അതുപോലെയുള്ള ആവശ്യം ഉണ്ടെങ്കിൽ പോകാം. ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ മറ്റൊക്കെ പഠിച്ചോനെ ഞാൻ അവിടെ ബാങ്ക് കൊടുക്കാണ്ടല്ലോ എന്ന്. മറ്റേ പള്ളിക്ക് ബാങ്ക് ഏൽപ്പിച്ചതായിരുന്നു, ഓൻ ബാങ്ക് ഏറ്റിട്ടതാണ്. ഇവിടെ ആവശ്യത്തിന് വന്ന് വർത്തമാനം പറഞ്ഞിരിക്കേണ്ടി കൂടി ഇവിടെ ബാങ്കിന് സമയമായി ഇവിടുത്തെ ആദ്യം ബാങ്ക് തുടങ്ങി. അപ്പം ഇയാൾ വേഗം മറ്റേ പള്ളിക്ക് പോവാണ്. ഇനി ബാങ്ക് കൊടുത്താൽ പോകാൻ പാടില്ല എന്ന് വെച്ച് ഇവിടെ നിൽക്കണോ? വേണ്ട, അയാൾക്ക് ഇവിടെ പോകാം. അല്ലെങ്കിൽ അവിടുത്തെ ഇമാമാണ് ഇയാൾ പോയെങ്കിൽ അവിടുത്തെ ജമാഅത്ത് നടക്കുകയുള്ളൂ. എങ്കിൽ അതൊക്കെ ആവശ്യമാണ്. ഇനി മറ്റൊരു പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകൽ ഇതേപോലെ ആവശ്യമാണോ അല്ലേ? അതിൽ ചർച്ചകളുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വേറെ പള്ളി ജമാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ്. ഇമാമിനൊക്കെ ഇമാമിനോട് ബാധ്യതയുണ്ട്. അല്ലാത്തൊരാൾ പോണേക്ക് വേറെയും പള്ളി ഉണ്ടല്ലോ, അവിടെ നിസ്കരിക്കാം. അത് പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. എന്നാൽ അതിൽ വേറെ ഖൈറുണ്ടെങ്കിൽ ഇപ്പം ഇയാൾ പോയില്ലെങ്കിൽ അവിടെ ജമാഅത്ത് മുടങ്ങും. അവിടെ അധികം ആൾ നിസ്കരിക്കാൻ വരവില്ല. ചിലപ്പോൾ ഇയാൾ രണ്ടാലും ഉള്ളൂ. ഇയാളും കൂടി പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇമാമ മാത്രമാകും. അപ്പോൾ അത് ജമാഅത്ത് ഉണ്ടാവില്ല. ഇയാൾക്ക് പോകാം. അല്ലെങ്കിൽ കൂടുതൽ കൂടിയിട്ടാണ് പള്ളി അപ്പുറത്തുള്ളത്, മസ്ജിദ് ഹറാമിൻ്റെ അടുത്താണ്. തൊട്ടപ്പുറത്തെ പള്ളിക്ക് മുമ്പാണ് അവിടെ ബാങ്ക് കൊടുത്തത്. ബാങ്ക് ചെന്ന് മറ്റൊരുത്ത് പോയി ജമാഅത്ത് കൂടാൻ സമയമുണ്ട് എങ്ങനെ അയാൾക്കവിടെ പോകാം. അല്ലെങ്കിൽ അവിടുത്തെ ഇമാമ് കുറച്ചും കൂടി ഫാദിലായ മനുഷ്യനാണ്. ഇവിടുത്തെ ഇമാമിനേക്കാളേറെ ഖുർആനോത്തിൻ്റെ കാര്യത്തിൽ ഇൽമിൻ്റെ കാര്യത്തിൽ ഒക്കെ കുറച്ചും കൂടെ ഫദല് കൂടിയ ആളാണ് അവിടുത്തെ ഇമാമ്. ആ ഇമാമിനെ പ്രകൃതി നിസ്കരിക്കുക എന്നൊക്കെ പോവുകയാണ് എങ്കിൽ പറ്റുമെന്നൊക്കെയാണ് പൊതുവെ ഫിഖ്ഹിലെ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, നമ്പർ 1 ഖാലഫി മറാഖിൽ ഫലാഹ് വഹാശിയത്തിൽ നിന്നിട്ട് മറ്റൊരു പള്ളിയിലെ ഇഖാമത്ത് വിളിക്കുന്ന ആളോട് ബാങ്ക് വിളിക്കുന്ന ആളോട് ഇമാമൊക്കെ ആണെങ്കിൽ പോകാം എന്ന് പറഞ്ഞെടുത്ത് വന്ന ചർച്ചകൾ കാണാം. മറ്റൊരു പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയാലും ഇതുപോലെ തന്നെയാകുന്നു. ലാ സിയമ മഅ ഫദ്ലി ഇമാമിഹി, അവിടുത്തെ ഇമാമ് കുറച്ചുകൂടെ ഫദലുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ചും. ഇപ്പം ഇവിടുത്തെ ഇന്ത്യക്കാരനാണ്, അവിടെ നല്ലൊരു മലയാളിയായ ഒരു ആലിമാണ് അവിടെ ഇമാം വെക്കണത്. എന്നാൽ അയാളെ പോയി ബാക്കിൽ നിസ്കരിക്കാം എന്നെനിക്ക് പോവുകയാണെങ്കിൽ അത് തെറ്റെന്ന് പറഞ്ഞുകൂടാ. കാരണം ജമാഅത്ത് മുടങ്ങണില്ലല്ലോ. ജമാഅത്ത് മുടങ്ങും എന്നതിനാലാണ് പോകരുത് പറഞ്ഞത്. ജമാഅത്ത് മുടങ്ങുന്നില്ല, ആ നിലക്ക് പോവുകയാണെങ്കിൽ അത് എതിർക്കാവതല്ല. അതേപോലെ ബാങ്കിന് ശേഷം പള്ളിയിൽ പോകാൻ പറ്റൂല ഉഴുതറില്ലാതെ. ആർക്ക്? ലിമൻ തൽസംഹു സ്വലാ, നിസ്കാരം നിർബന്ധമുള്ള ഒരാൾ, നിസ്കാരം നിർബന്ധമില്ലാത്ത ഒരാളാണ്, ഒരു ഹൈദുകാരിയാണ്, കുഴപ്പമില്ല, പോകാൻ മുടക്കേണ്ട കാര്യമില്ല. അതങ്ങൾക്കുള്ള ആവശ്യമില്ലാതെ ഉദരിൽപ്പെട്ട ഹാക്കിദാവുക. ഹാക്കിനാവുക പറഞ്ഞാൽ മൂത്രയിക്കാൻ മുട്ടിയൊരാൾ, ഹാക്കിദ് എന്ന് പറഞ്ഞാൽ കാട്ടിക്കാൻ മുട്ടിയൊരാൾ. ഔ മഅഹു റീഹുൻ മുഹ്തബിസ യഹ്താജു ഇലാ യുൻഖിദൽ വുളൂഅ, അല്ലെങ്കിൽ അയാൾക്ക് കീഴ്വായു പോകാൻ മുട്ടി നിൽക്കുകയാണ്. അപ്പം ഒന്ന് പുറത്ത് പോയി അതൊക്കെ ഇട്ട് ഒക്കെ ഒന്ന് റാഹത്തായി രണ്ടാമത് ഒഴുത്ത് പോകാൻ വേണ്ടി പോവുകയാണ്, അയാൾക്ക് പോകാം, വിരോധമില്ല. ഔ അസാബഹു മറദുൻ, അല്ലെങ്കിൽ അയാൾക്ക് രോഗിയാണ്, യഹ്താജു ഇലാ യഖ്റുജ മഅഹു, അയാൾക്ക് പോയേ പറ്റുള്ളൂ, ഇനി ആ രോഗത്തോട് പെടുന്ന കഴിയില്ല, അയാൾക്ക് പോകാൻ അനിവാര്യമാണ് എങ്കിൽ അയാൾക്ക് പോകാം. അതുമല്ലെങ്കിൽ ഔക്കാന ഇമാമൻ ലിമസ്ജിദിൻ ആഖർ, മറ്റൊരു പള്ളിയിലെ ഇമാമാണ്, അത് മുഅദ്ദിനൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മുഅദ്ദിനാണ് എങ്കിലൊക്കെ പോകാം. വഅമ്മാ ഇദാ ഖറജ മിൻ ഹാദൽ മസ്ജിദി ലിയുസല്ലിയ ഫീ മസ്ജിദിൻ ആഖർ, മറ്റൊരു പള്ളി നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിലോ ഫഹാദാ ഫിഹി തവഖുഫുൻ, അത് അങ്ങനെ മുത്തലക്കായി പറയാൻ പറ്റിയതല്ല. മറ്റതൊക്കെ പറഞ്ഞ പോലെ അയാളും പോയിക്കോട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറയാവതല്ല. പിന്നെയോ അവിടെ വേണമെങ്കിൽ എന്ത് പറയാം? ഫൽ ഹദീസു ആം, ഈ ഹദീസ് പൊതുവായ വ്യാപകാർത്ഥമാണല്ലോ എന്ന് പറയാം. അതല്ല, നിസ്കാരം മുടങ്ങാതാക്കാൻ വേണ്ടിയല്ലേ പോകരുത് പറഞ്ഞത്, ഇയാൾക്ക് മുടങ്ങുന്നില്ലല്ലോ എന്ന് ന്യായം പറയാം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ അവിടെ നോക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ താഴെ കണ്ട അയ്യക്കുല ഫിൽ മസ്ജിദ് സാനി ജനാസ, മറ്റേ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞത് അവിടെ ഒരു മയ്യിത്ത് നിസ്കാരം കൂടി ഉണ്ട്. അപ്പോൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ ഇയാൾക്ക് പങ്കെടുക്കണം. ഇവിടെയും ളുഹറുണ്ട്, അവിടെയും ളുഹറുണ്ട്, പക്ഷെ അവിടെ മയ്യിത്ത് നിസ്കാരം കൂടി ഉണ്ട് എങ്കിൽ അയാൾക്ക് പോകാം. അത് ശറഈയായൊരു ഉഴുതറാണ്. അല്ലെങ്കിൽ മസ്ജിദ് സാനി അഹ്സന ഖിറാഅത്ത് മിൻ മസ്ജിദി ഹുവ ഫീഹി, അല്ലെങ്കിൽ ആ പള്ളിയിലെ ഖിറാഅത്ത് കുറച്ച് നല്ല ഖിറാഅത്താണ്, അത് ദീർഘമായി ഖുർആൻ ഓതും, തജ്വീദ് പ്രകാരം ഖുർആൻ ഓതും, ഇവിടത്തെ തന്നെ ഇല്ല, അതിനയാൾ പോവുകയാണ് എങ്കിലൊക്കെ ഫഹുനാ നഖൂൽ ലാ ബഅസ യഖ്റുജ, അവിടേക്ക് നമ്മൾ പറയും അയാൾ പോകുന്നതിന് തെറ്റില്ല എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്നു. വയുൻദർ ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ
ഇബ്നു അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിലും ശർഹ് അബീ ദാവൂദിലുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. വല്ലാഹു അഅലം. ഇനി അൽ ഫസ്ലു സാദിസു വൽ 26ാമത്തെ ഉപാധ്യായം അൽ ഇഫ്തിയാത്തു അലൽ മുഅദ്ദിൻ. മുഅദ്ദിനെ മറികടക്കുക. മുഅദ്ദിനെ കാത്തിക്കാതെ വേഗം അയാളെ മറികടന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ബാങ്ക് വിളിക്കുക, അത് പറ്റില്ല. ഇദാ കാനൽ മസ്ജിദി മുഅദ്ദിനുൻ റാത്തിബുൻ, ഒരു പള്ളിയിൽ പതിവായ ഒരു മുഅദ്ദിൻ ഉണ്ടെങ്കിൽ, അവിടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു പതിവായ മുഅദ്ദിൻ ഉണ്ട് എങ്കിൽ ഹറുമ അലാ ഗൈരിഹി അൻ യുഅദ്ദിന, മറ്റൊരാൾ ബാങ്ക് വിളിക്കൽ അവിടെ ഹറാമാണ്. ഇല്ല അൻ യസ്തനീബഹുൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ഇയാളെ പകരം ഏൽപ്പിച്ചെങ്കിലല്ലാതെ. മുഅദ്ദിൻ ഇയാൾ പറഞ്ഞു നിങ്ങൾ ബാങ്ക് കൊടുത്തോളിയാണ്, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇയാൾ ചുമതലപ്പെടുത്തി ഏതായാലും പറ്റും. അതൊന്നുമല്ലാതെ ചാടിക്കേറി വേഗം ഇയാളാണ് ബാങ്ക് കൊടുക്കുക, ബാങ്ക് കൊടുക്കാൻ പുതിയായിട്ട്, അത് പറ്റൂല. ഔ യഖാഫ ഫവാത വഖ്തി തഅ്ദീൻ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ സമയം കഴിഞ്ഞു പോകും എന്ന് ഭയപ്പെട്ടു. മുഅദ്ദിന് കാണുന്നില്ല, സമയമായി, മുഅദ്ദിന് യാതൊരു വിവരമില്ല, എന്നാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ബാങ്കിൻ്റെ സമയം കഴിഞ്ഞു പോകും എന്നാണെങ്കിലും ഒരാൾക്ക് ബാങ്ക് വിളിക്കാം. ലിഅന്ന, എന്തുകൊണ്ടത് പാടില്ല എന്ന് പറഞ്ഞത്, ഹറാം എന്ന് പറഞ്ഞത്, ലിഅന്ന ഇസ്നാദ വലിയിൽ അംരി അൽ അദാന ഇലൈഹി യൂജിബു തഖ്സീസഹു ബിഹി, ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അധികാരപ്പെട്ട ഒരാൾ ഇയാളെ ആ കാലം ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അയാൾക്ക് മാത്രം ഖാസ്സായ കാര്യമാണ്. ഫയഹ്റുമുൽ ഇഫ്തിയാത്തു അലൈഹി, അപ്പോൾ അയാളെ മറികടക്കുക എന്നുള്ളത് ഹറാമാണ്. കൽ ഇമാം, ഇമാമിനെ പോലെ തന്നെ. ഒരാളെ ഇമാമാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ അനുവാദമില്ലാതെ അയാളെ മറികടന്ന് പോയി ഇമാമാക്കാൻ പറ്റുമല്ലോ. എന്ന പോലെ തന്നെ മുഅദ്ദിൻ്റെ കാര്യവും അയാൾ ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയതാണ്. എന്നുവെച്ചാൽ ചുമതലപ്പെടുത്തിയൊന്നുമില്ല, എന്നോടിങ്ങനെ ബാങ്ക് കൊടുക്കലാണ് എങ്കിലും ഓക്കെ ഇതൊക്കെ ബാങ്ക് വിളിക്കാം. ഒരു സ്ഥിരമായി പതിവായി നിയമിച്ച ഇമാമാണ് എങ്കിൽ ആ ഇമാമിനാണ് അവിടെ, ആ മുഅദ്ദിനാണ് അവിടെ അധികാരമുള്ളത്. മൈദസ്കാരത്തിലും ഔദ്യോഗിക ഇമാമുണ്ടെങ്കിൽ ഇമാമിനാണ് അധികാരം. ഒരു പള്ളിയിൽ ഔദ്യോഗികമായി ഏൽപ്പിച്ചൊരു ഇമാമുണ്ടെങ്കിൽ ആ ഇമാമിനാണ് അവിടെ നടക്കുന്ന മൈദസ്കാരത്തിന് ഇമാമക്കാൻ അധികാരമുള്ളത്. ആ പള്ളി വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ, പുറത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല, ആ പള്ളി വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇമാമിന്. ഇനി നാട്ടിൽ ഒരു ഔദ്യോഗിക ഖാദിയുണ്ട്, അതിൽ ഒരു ഔദ്യോഗികമായി അവിടുത്തെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്ന ഒരു ആലിമുണ്ട് എങ്കിൽ അദ്ദേഹത്തിനാണ് കൂടുതൽ അവിടെ പരിഗണന കൽപ്പിക്കേണ്ടത് എന്നാണ്. ഇനി മയ്യത്തവല്ലൽ ഇഖാമത്ത, ആരാണ് ഇഖാമത്ത് വിളിക്കേണ്ടത്? ബാങ്ക് കൊടുത്ത ആളിനെ കൊടുക്കണോ, വേറെ ആൾ കൊടുക്കണോ, എന്താണ് വേണ്ടത്? അൽ ഔല, ഏറ്റവും നല്ലത് അയ്യത്തവല്ലൽ ഇഖാമത്ത മയ്യത്തവല്ലൽ അദാൻ, ബാങ്ക് ഏൽപ്പിക്കപ്പെടുന്ന ആൾ തന്നെ ഇഖാമത്തും ഏൽക്കലാണ് ഏറ്റവും നല്ലത്. വഹാദ ഖൗലുൽ ജുംഹൂർ, ഇതാണ് ഭൂരിപക്ഷാഭിപ്രായവും. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ബാങ്ക് വിളിക്കുന്ന ആൾ തന്നെ ഇഖാമത്തും വിളിക്കുക. ലിഅന്ന ദാലിക അഫ്ളലു, കാരണം അതാണ് ശ്രേഷ്ഠമായത്. മിൻ ജിഹത്തി ളബ്തിൽ ഇഖാമത്തി വൽ ഇൽതിസാമി ബിഹാ, ഇഖാമത്ത് കൃത്യമായി നിർവഹിക്കുവാനും അത് മുറപ്രകാരം ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലത് ബാങ്കിന് ഉത്തരവാദിത്തമുള്ള ആരാണോ അയാൾ തന്നെ ഇഖാമത്ത് വിളിക്കട്ടെ. എന്നാൽ അത് തന്നെ വൈറുഹു, അല്ലാത്തൊരാൾ ബാങ്ക് വിളിച്ചാലോ ലം യുക്റഹ്, കറഹത്തൊന്നുമില്ല. ഇദാ ലം യൂജദ് മുഅദ്ദിൻ റാത്തിബുൻ, പതിവായ മുഅദ്ദിൻ ഇല്ലെങ്കിൽ, നിശ്ചയിക്കപ്പെട്ട മുഅദ്ദിൻ ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഇതിനും ചുമതലയുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ കൊടുത്താലും പ്രശ്നമില്ല. വഅദാനുഹു സ്വഹീഹുൻ, അയാളെ ബാങ്ക് സ്വഹീയാണ് ബിലാ ഖിലാഫിൻ, അതിലൊന്നും തർക്കമില്ല. ലിഅദമിൻ നഹി അൻ ദാലിക, അത് പറ്റില്ല എന്ന് പറയാൻ തെളിവില്ല. വൽ ഹദീസുൽ വാരിദു ഫീ ദാലിക ലാ യസ്ബുത്, ആ വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ട്, പക്ഷെ ഹദീസ് സ്വഹീഹല്ല. ബാങ്ക് വിളിച്ച ആളെന്നെ ഇഖാമത്തും വിളിക്കട്ടെ എന്നൊരു ഹദീസ് ഉണ്ട്. താഴെ കാണാം, നമ്പർ 4 കണ്ടോ. നബി തങ്ങൾ ബിലാലിനോട് പറഞ്ഞു, ഇന്ന അഖാ സദാ അദ്ദന വമൻ അദ്ദന ഫഹുവ യുഖീം, അഖൂ സദാ ബാങ്ക് വിളിച്ചിരിക്കുന്നു, അവിടെ ബാങ്ക് വിളിച്ചാൽ തന്നെ ഇഖാമത്തും വിളിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന ഹദീസിന്റെ അബീ ദാവൂദ് വഗൈരി വഹുവ ഹദീസുൻ ളഈഫുൻ, അബൂ ദാവൂദ് മറ്റും ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഹദീസ് ളഈഫാണ്. അത് സ്വഹീഹ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, എല്ലാവരും ഇത്തിഫാഖായി ളഈഫ എന്ന് പറഞ്ഞതല്ല. ഭൂരിപക്ഷ അഭിപ്രായം ഹദീസ് ളഈഫാണ് എന്നാണ്. എന്നാൽ ചിലരൊക്കെ അത് സ്വഹീഹാണ് എന്ന് അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുസന്നിഫിൻ്റെ അഭിപ്രായത്തിൽ ഹദീസ് സ്വഹീഹല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പാടില്ല എന്ന് പറയാൻ തെളിവൊന്നുമില്ല, എന്നാൽ ഇങ്ങനെ വന്ന സ്ഥിതിക്കും
പണ്ഡിതന്മാരുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരവും ഏറ്റവും നല്ലത് ബാങ്ക് വിളിച്ച ആൾ തന്നെ ഇഖാമത്തും വിളിക്കുക എന്നതാണ്. അല്ലാത്ത ഇഖാമത്ത് കൊടുത്താലോ ബാങ്ക് കൊടുത്താലോ അതൊന്നും തെറ്റായ കാര്യമോ പ്രത്യേകിച്ച് കറാഹത്തായ കാര്യമോ ഒന്നുമല്ല. അത് പറയണമെങ്കിൽ നമുക്ക് ഹദീസ് വേണം. ഉള്ള ഹദീസ് ഇതാണ്. ആ ഹദീസ് ആവട്ടെ സ്വീകാര്യയോഗ്യമായ ഹദീസുമല്ല. അല്ലാഹു അഅലം. അതോടുകൂടി അദാനു വൽ ഇഖാമ എന്ന ബാബ് അവിടെ അവസാനിച്ചു. നിസ്കാരത്തിൽ നമ്മൾ ത്വഹാറത്ത് കഴിഞ്ഞു. പിന്നെ ബാബുൽ അദാനു വൽ ഇഖാമയാണ്, അതും കഴിഞ്ഞു. രണ്ടാമത്തെ ബാബും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ബാബ് ബാബു ശുറൂത്തി സ്വലാ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്ന അധ്യായമാണ്. ഒരു ബാബിൽ കുറേ ഉപാധ്യായങ്ങൾ വരും. കുറേ ബാബ് ചേരുമ്പോഴാണ് ഒരു കിതാബ്. ബോർഡ് എഴുതി പഠിപ്പിച്ചിട്ടുണ്ടത്. ഒരു കിതാബ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ അധ്യായങ്ങൾ ചേർന്നതായിരിക്കും. ഒരു അധ്യായം എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഉപാധ്യായങ്ങളുണ്ടാകും. ഇനി അതിന് താഴെ കുറേ ഫുറൂഇയാത്ത്, ഫർഉകൾ അല്ലെങ്കിൽ മസ്അലകൾ ഒക്കെ വരാം. ഒരു ഫസ്ല് താഴെ തന്നെ വ്യത്യസ്ത മസബാണ്. അപ്പോൾ നമ്മൾ ബാബ് ശുദ്ധി സ്വലാം, പിന്നെ അൽ ഫസ്ൽ അവൽ, അതിലെ ഉപാധ്യായം ഫസ്ല്. ഇനി മസ്അലയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്, 2 മസ്അലയും കൊടുത്തു. അപ്പം കിതാബ് സ്വലാ, പേജിന് ഏറ്റവും മേലെ കണ്ടോ കിതാബ് സ്വലാ എന്നുണ്ടാകും. ആ പേജിന് ഏറ്റവും മേലെ ഒരു മൂലയിൽ കിതാബ് സ്വലാ, അതാണ് ഈ ഭാഗം മൊത്തം കിതാബ് സ്വലാത്താണ്. ഇനി അത് ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചയും കഴിഞ്ഞവരെ കിതാബ് സ്വലാത്തായിരിക്കും. അതിൽ വ്യത്യസ്ത ബാബുകൾ, അതിൽപ്പെട്ട ഒരു ബാബായിരുന്നു ബാബുൽ അദാനി വൽ ഇഖാമ, അത് കഴിഞ്ഞു. ഇനി ബാബു ശുറൂത്തി സ്വലാ. ഇനി അതിൽ വ്യത്യസ്ത ഫസ്ലുകൾ, അത് ഫസ്ലുൽ അവൽ. അതിൽ വ്യത്യസ്ത മസ്അലകൾ, അതാണ് താഴെ നമ്പർ ഇട്ട് കൊടുത്ത ആ നമ്പറുകൾ. അൽ ഫസ്ലുൽ അവൽ, ഒന്നാമത്തെ ഫസ്ല് മുനാസബത്തു ഹാദൽ ബാബി വ മുഹ്തവാഹു. ഈ അധ്യായം ഇവിടെ കൊടുക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത്, ഈ അധ്യായത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുമുണ്ട്. എന്തിനാ ഇപ്പോൾ ശുറൂത്ത് സ്വലാത്ത് ഇവിടെ കൊടുത്തത്? ബാങ്ക് ഇഖാമത്ത് ഇപ്പം പറഞ്ഞത്. ബാങ്ക് ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇപ്പോൾ ശുറൂത്ത് പറഞ്ഞത്? അവിടെ മറ്റു വല്ലതും പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് ബാങ്കും ഇഖാമത്തിന് ശേഷം ഈ ബാബ് വന്നു? 2 വ മുഹ്തവാഹു, ഈ ബാബിൽ എന്തെല്ലാം ചർച്ചകൾ വരുന്നുണ്ട്. 1367 മുനാസബത്തു ദിക്രി ഹാദൽ ബാബി ഹുനാ, ഈ അധ്യായം ഇവിടെ പറഞ്ഞതിൻ്റെ സാങ്കത്യം അന്ന ശുറൂത്ത ശൈഇ തസ്ബിഖുഹു, ഒരു വസ്തുവിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മുമ്പാണ് ഉണ്ടാവുക. ബാങ്ക് ഇഖാമത്തും കൊടുത്താൽ ഇനി ഏതാ ശരിക്ക്? നിസ്കാരമാണ്. അപ്പം നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന് ഷർത്ത്, ഒരു വസ്തുവിൻ്റെ മുമ്പ് അതിന് ഷർത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഫനാസബ ദിക്റു ശുറൂത്തി സ്വലാഹുനാ ഖബ്ല ശുറൂഇ ഫി ബയാനി സിഫത്തിഹാ വഅർകാനിഹാ വവാജിബാതിഹാ വതഫ്സീൽ അഹ്കാമിഹാ. ഈ നിസ്കാരത്തിൻ്റെ രൂപം, അതിലെ അർക്കാന്, അതിലെ വാജിബാത്ത്, അതിലെ വ്യത്യസ്തമായ ഹുക്മുകൾ, അതൊക്കെ പറയണിഞ്ഞ് വേണ്ടത് അതിന് മുമ്പ് അതിനെ ഷർത്ത് പറയാന്നുള്ളത് ഏറ്റവും അനുയോജ്യമായതാണ്. ഒരു വസ്തുവിനേക്കാൾ മുമ്പ് വരേണ്ടത് ഷർത്താണ് ആദ്യം വരിക. ആദ്യം ഷർത്ത്, പിന്നെ മഷ്റൂത്ത്. അതുകൊണ്ട് മഷ്റൂത്ത് ഇവിടെ നിസ്കാരമാണ്. ആ മഷ്റൂത്തിന് മുമ്പ് ഷർത്ത് പറയുക എന്ന തത്വപ്രകാരമാണ് ഇതാദ്യം പറഞ്ഞത്. നീ ഈ ബാബിൽ എന്തെല്ലാം ചർച്ച ചെയ്യും? സഅതകല്ലമു ഫീ ഹാദൽ ബാബി അൻ തഅരീഫി ഷർത്തി, എന്താണ് ഷർത്ത്, അത് നിർവചനം. വബയാനി ഹുക്മിഹി, അതിൻ്റെ ഹുക്മിൻ്റെ വിശദാംശങ്ങൾ. വബയാനിൽ ഫർഖി ബൈന ഷർത്തി വബൈന റുക്നി വൽ വാജിബി, ഷർത്ത്, റുക്ന്, വാജിബ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സുമ്മ ഉഫസ്സിൽ കലാമ അല അഹ്കാമി ശുറൂത്തി സ്വലാം, പിന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തുകളും അതുമായി ബന്ധപ്പെട്ട ഹുക്മുകളും. ഇത്രയുമാണ് ഈ ബാബിൽ വരിക. ഷർത്ത് എന്താണെന്ന് പറയും, ഷർത്തും റുക്നും വാജിബും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയും. അതേപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്, ആ ഓരോന്നിൻ്റെയും വിധികൾ എങ്ങനെയൊക്കെയാണ് എന്നതാണ് ഈ ബാബിൽ ചർച്ച ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഫസ്ല്. എന്തൊക്കെ ചർച്ച ഉണ്ട്, എന്തിനീ ചർച്ച, അതാണ് ഒന്നാമത്തെ ഫസ്ല്. രണ്ടാമത്തെ ഫസ്ല് തഅരീഫു ശുറൂത്തി വ ഹുക്മുഹാ, ഷർത്ത് എന്നതിൻ്റെ നിർവചനം. എന്താണ് ഷർത്ത്? 1369 അശ്ശുറൂത്തു ലുഗതൻ ജംഉ ഷർത്തിൻ, ഭാഷയിൽ ഷുറൂത്ത് എന്നുള്ളത് ജംഉ ഷർത്തിൻ, ഷർത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഷുറൂത്ത്. ഷർത്തുൻ ജംഉ ബഹുവചനം ഷുറൂത്ത്. വഹുവൽ അലാമ, അതിനർത്ഥം അലാമത്ത് എന്ന അടയാളം. ഭാഷാപരമായി ഷർത്ത് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. വമിൻഹു, ആ അർത്ഥത്തിലാണ് ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ഫഹൽ യൻദുറൂന ഇല്ലാ സഅ അൻ തഅതിഹും ബഗ്ത ഫഖദ് ജാഅ അശ്റാതുഹാ. ഖിയാമത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ഇനി എന്താ കാത്തിരിക്കുന്നത്?
ആ ഖിയാമത്ത് പെട്ടെന്ന് സംഭവിക്കുമെന്നല്ലാതെ മറ്റെന്താ കാത്തിക്കാനുള്ളത്? ഫഖദ് ജാഅ അശ്റാത്തുഹാ, അതിൻ്റെ ഷർത്തുകൾ അശ്റാത്ത് സംഭവിച്ചു കഴിഞ്ഞു, വന്നിരിക്കുന്നു. അവിടെ അശ്റാത്ത് ഉദ്ദേശം അലാമാത്ത്, ഖിയാമത്ത് നാളിലെ അടയാളങ്ങൾ ഇതാ വന്നു തുടങ്ങി. ഇതെന്താ കാത്തിക്കാനുള്ളത്? നബിയുടെ ആഗമനം ഖിയാമത്തിൻ്റെ ഒരു ഷർത്താണ്. ഖിയാമത്തിന് അടയാളങ്ങൾ എണ്ണിയപ്പോൾ നബി തങ്ങൾ ആദ്യം എണ്ണിയത് എൻ്റെ നിയോഗം ഖിയാമത്തിന് അടയാളമാകുന്നു, മറ്റൊന്ന് നബിയുടെ വിയോഗം ഖിയാമത്തിന് അടയാളമാകുന്നു. രണ്ട് നബി തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ തൻ്റെ ചൂണ്ടുവിരലും മധ്യവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അത് എന്നെ മുൻകടക്കുമോ എന്ന് പോലും തോന്നിപ്പോകുന്നു. എൻ്റെ മുമ്പ് ഖിയാമത്തുണ്ടാകുമോ എന്ന് പോലും വിചാരിക്കാൻ മാത്രം ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ് വന്നത്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഒന്നിന് ഈ രണ്ട് വിരകൾ തമ്മിൽ അടുപ്പം പോലെ, രണ്ടിൻ്റെ ഇടയിൽ വേറെ വരലില്ല. അപ്പം എനിക്കും ഖിയാമത്തിനും ഇടയിൽ പിന്നെ ഇനി വേറെ നബിയൊന്നും വരാനില്ല. അല്ലെങ്കിൽ ഈ ഏറ്റ വ്യത്യാസം പോലെ, ഇത് നബിയാണെങ്കിൽ ഇത് ഖിയാമത്ത്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഞാനും ഖിയാമത്തും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നബി ഞങ്ങൾ 6 കാര്യം എണ്ണിയുടെ ഹദീസിൽ ഖിയാമത്തിന് അടയാളമായ 6 കാര്യം എണ്ണി. ഒന്ന് പറഞ്ഞത് എൻ്റെ നിയോഗം, 2 എൻ്റെ വിയോഗം, എൻ്റെ വഫാത്ത്, അത് ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്ന് നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷർത്ത്, അഷ്റാത്ത് എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത് അലാമത്ത് എന്ന അർത്ഥത്തിൽ. അപ്പം ഷർത്ത് എന്ന പദത്തിന് നേരെ ഭാഷാർത്ഥം അലാമത്ത്, അടയാളം എന്നാണ്. വശർത്ത് ഇസ്തിലാഹൻ, നമ്മുടെ ഫിഖഹിന്റെ ഭാഷയിൽ ഷർത്ത് എന്ന് പറഞ്ഞാൽ മാ ലാ യൂജദുൽ മശ്റൂതു മഅ അദ്മിഹി വലാ യൽസമു അൻ യൂജദ ഇൻദ വുജൂദിഹി. അതാ ഷർത്തിന്റെ നിർവചനം. ഷർത്ത് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ മാ ലാ യൂജദുൽ മശ്റൂതു ഇൻദ അദ്മിഹി, ഇതില്ലെങ്കിൽ മശ്റൂത്ത് ഉണ്ടാവുകയില്ല, ഇതുണ്ടായെങ്കിൽ മശ്റൂത്ത് ഉണ്ടാകണമെന്നുമില്ല. അതാ ഷർത്ത്. ഒരു ഷർത്തിന് മശ്റൂത്ത് ഉണ്ടാവും. ഇപ്പം നിസ്കാരത്തിന് ഒരു ഷർത്ത് പറയണേ, ഒരു ഷർത്ത്, നിസ്കാരത്തിന് ഷർത്ത് ഉളു ഉണ്ടാവൽ. ഉളു ഇല്ലെങ്കിൽ നിസ്കാരമില്ല. നിസ്കാരത്തിന് ഷർത്ത് ഉളു എന്ന് പറഞ്ഞാൽ നിസ്കാരം മശ്റൂത്താണ്. ഷർത്തില്ലേ മശ്റൂത്തില്ല. അപ്പോൾ ഉളു മുറിഞ്ഞാലോ നിസ്കാരം മാത്രമായി. ഒന്നല്ലേ മുറിഞ്ഞിട്ടുള്ളൂ, നിസ്കാരത്തിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഷർത്തില്ലെങ്കിൽ മശ്റൂത്തില്ല. ഷർത്തുണ്ടെങ്കിൽ മശ്റൂത്ത് ഉണ്ടാകണമെന്നില്ല. ഒന്നുണ്ടാക്കി നിസ്കരിച്ചാതാണ് പോയി, അതില്ല. ഷർത്തുണ്ടായതോളം മശ്റൂത്ത് ഉണ്ടായിക്കോളുന്നില്ല. ഷർത്തില്ലെങ്കിലോ മശ്റൂത്ത് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഷർത്ത് എന്നതിന് ഒരുപാട് നിർവചനമുണ്ട്. അതിൽ ഒരു നിർവചനമാണ് ഇവിടെ കൊടുത്തത്. മാലാ യൂജദുൽ മശ്റൂത്തു മഅദമിഹി. മഅദമി ഷർത്തി, ഷർത്തില്ലാതായാൽ മശ്റൂത്ത് ഉണ്ടാവുകയില്ല. വലാ യൽസമു അൻ യൂജദ, മശ്റൂത്ത് ഉണ്ടാവൽ നിർബന്ധമില്ല. ഇൻദ വുജൂദിഹി, ഷർത്തുണ്ടായാൽ. അപ്പോൾ ഷർത്ത് ഉണ്ടായാൽ മശ്റൂത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഷർത്ത് ഇല്ലെങ്കിൽ മശ്റൂത്തൊട്ട് ഉണ്ടാവുകയുമില്ല. അങ്ങനത്തതിനാണ് ഷർത്ത് എന്ന് പറയുക. മറ്റു നിർവചനം കാണാം, ഒന്നിൻ്റെ ഭാഗമല്ലാത്തതും അതില്ലാതെ ഇത് പൂർത്തിയാകാത്തതും. ഒന്നിൻ്റെ ഭാഗമല്ലാത്തതും അതില്ലാതെ ഇത് പൂർത്തിയാകാത്ത. ഇപ്പോൾ ഉളു നിസ്കാരത്തിൻ്റെ ഭാഗമാണോ ഉളു? അല്ല, നിസ്കാരം വേറെ ഉളു വേറെ. എന്നാൽ ഉളു ഇല്ലെങ്കിലോ നിസ്കാരം പൂർത്തിയാവില്ല, ശരിയാവില്ല. അതിനാണ് ഷർത്ത് എന്ന് പറയുക. അപ്പോൾ സംശയം, അങ്ങനെയാണെങ്കിൽ ഷർത്തും റുക്കിനൊക്കെ ഉണ്ടല്ലോ നിസ്കാരത്തിന്, എന്താ വ്യത്യാസം? അതാണ് തഫസ്സൽ. അൽ ഫർഖു ബൈന ഷർത്തി വബൈന റുക്നി വൽ വാജിബി. ഷർത്ത്, റുക്കിന്, വാജിബ് എന്താണ് വ്യത്യാസം? അപ്പം എല്ലാ മദ്ഹബിലും ആ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പം ഷാഫി മദ്ഹബിൽ റുക്കിനും വാജിബും ഒന്നാണ്. അതോടൊപ്പം നമ്മളൊക്കെ പണ്ട് സുന്നി മദ്രസയിൽ പഠിച്ച ആളുകൾക്ക് നിസ്കാരത്തിലെ ഫർളുകൾ, നിസ്കാരത്തിലെ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ടാവും. നിസ്കാരത്തിലെ വാജിബാത്തുകൾ വേറെ പഠിച്ചിട്ടുണ്ടാവില്ല. പകരം അവിടെ സുന്നത്ത് 2 ഐറ്റം പഠിച്ചിട്ടുണ്ടാവും. അബ്ആദ് സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് പറഞ്ഞിട്ടൊക്കെ. അബ്ആദ് സുന്നത്തുകൾ എന്ന് ഷാഫി മദ്ഹബിൽ പറയുന്നതാണ് മിക്കവാറും ഹംബലി മദ്ഹബിൽ വാജിബായി എണ്ണുന്നത്. ഷാഫി മദ്ഹബിൽ വാജിബ്, റുക്കിന്, ഫർളൊക്കെ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ച് പോകുന്നത്. ഹംബലി മദ്ഹബിൽ വാജിബാത്ത് വേറെ, അർക്കാന് വേറെ. അവിടെ അബ്ആദ് സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് എന്നൊന്നില്ല, ബാക്കിയൊക്കെ സുന്നത്തുകളാണ്. അപ്പം അത് ഫിഖ്ഹിലുള്ള ചില ചർച്ചകളാണ്.
അപ്പം ചില ഫുഖഹാക്കളുടെ ശൈലിയിൽ ഷർത്ത് വേറെ പറയും, റുക്കിന് വേറെ പറയും, വാജിബ് വേറെ പറയും, സുന്നത്ത് വേറെ പറയും. ഷാഫി മദ്ഹബ് പ്രകാരം ഫർള്, റുക്കിന്, വാജിബ് മൂന്നും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും. ചില സ്ഥലത്തൊക്കെ ചില വ്യത്യാസങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു. സുന്നത്ത് വേറെ, ഷർത്ത് വേറെ, ഈ ഫർളും റുക്കിനുമൊക്കെ ഒരേ അർത്ഥത്തിലും ഉപയോഗിക്കുന്നു. അതോടെ പിന്നെ ഹനഫിനും വ്യത്യാസമുണ്ട്. അപ്പം ഇവിടെ ഷർത്ത്, റുക്കിന്, വാജിബ് ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? 1370 ഷുറൂത്തു സ്വലാ എന്ന് പറഞ്ഞാൽ ഹിയ അൽ ഉമൂർ ലത്തി തജിബു ലിസ്സലാത്തി ഖബ്ല ശുറൂഇ ഫീഹാ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ നിസ്കാരത്തിന് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവൽ നിർബന്ധമായ കാര്യമാണ്. വലാ ബുദ്ദ മിൻ ഇസ്തിംറാരിഹാ അസ്നാ അസ്സലാത്തി ഹത്താ തൻതഹിയ. നിസ്കാരത്തിനിടയിലും നിസ്കാരം കഴിയുന്നത് വരെയും അത് നിലനിൽക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിന് മുമ്പ് ഒതുണ്ടാക്കി പൗതേക്കുന്ന ഒതു മുറിഞ്ഞു എന്നാ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് അതുണ്ടാവണം, നിസ്കാരത്തിന് ഇടയിലും അതുണ്ടാകണം, നിസ്കാരം അവസാനിക്കുന്നവരെയും അതുണ്ടാകണം. അതാണ് ഷർത്തുകൾ. വലാ തസിഹു സ്വലാത്തു, നിസ്കാരം സ്വഹിയാവുകയില്ല ഹത്താ യഅ്തിൽ മുസല്ലി ബിഹാ, നിസ്കരിക്കുന്നവൻ അത് ചെയ്തെങ്കിലല്ലാതെ. ഇല്ലാ ഇൻദൽ അജ്സി അൻ ദാലിക, കഴിയാത്ത സമയത്തൊഴികെ. അപ്പം ഷർത്ത് കഴിയാത്ത സമയത്ത് ഒഴിവുണ്ട് എന്ന്, അത് ഷർത്തിൻ്റെ പ്രത്യേകതയാണ്. റുക്കിന് ഉണ്ടാവില്ല. ചെയ്യൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ മസ്റൂത്തില്ല. എന്നാൽ കഴിയാത്ത ഘട്ടത്തിൽ അതിൽ ഇളവുണ്ടാകും. ഇതുപോലെ ഉളൂ ചെയ്യാനും കഴിയുന്നില്ല, തൈമം ചെയ്യാനും കഴിയുന്നില്ല, എങ്ങനെയാൾക്ക് എന്ത് ചെയ്യാം? ഉളൂ തൈമൊന്നുമില്ലാതെ നിസ്കരിക്കാം. അപ്പം അത് ഷർത്തല്ലേ? ഷർത്തല്ലെങ്കിൽ മസ്റൂത്തുണ്ടോ? അതാണ് അസ്ലി. ഇവിടെ അയാൾക്ക് അജ്സ്, കഴിവില്ലായ്മ എന്നത് അയാൾക്കൊരു ഉദറായി ഇസ്ലാം അനുവദിച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരു നിലക്കും കഴിയാത്തൊരാൾക്ക് ആ ഷർത്ത് വേണ്ട, അല്ലാതെ തന്നെ അയാൾക്ക് നിർവഹിക്കാം. അതാണ് ഷർത്തിൻ്റെ പ്രത്യേകത ഒന്ന്. ഇനി അമ്മൽ അർക്കാൻ വൽ വാജിബാത്ത്, എന്നാൽ അർക്കാനും വാജിബാത്തുകളും ഫഇന്നഹാ ജുസ്ഉം മിൻ മാഹിയത്തി സ്വലാ, നിസ്കാരം എന്ന ആ പ്രവൃത്തി അതിൻ്റെ ഭാഗം തന്നെയാണ്. ഷർത്തോ അതിന് പുറത്താണ്. മനസ്സിലായുണ്ടോ? ഷർത്തുകൾ നിസ്കാരം സ്വലാത്ത് എന്നതിന് പുറത്തുള്ളതാണ്. എന്നാൽ നിസ്കാരത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ അത് നിലനിൽക്കേണ്ടതുമാണ്. അർക്കാനും വാജിബാത്തും നിസ്കാരം എന്നതിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ്. മാഹിയത്തു സ്വലാ, നിസ്കാരത്തിൻ്റെ ആ ഒരു സത്ത, നിസ്കാരം എന്ന ആ പ്രവൃത്തി അതിൻ്റെ ഭാഗമാണ് റുക്നും വാജിബാത്തും ഒക്കെ. ഫഹിയ തുഫ്അലു അസ്നാ അസ്സലാത്തി ശൈഅൻ ഫശൈഅ, അത് നിസ്കാരത്തിനിടയിൽ തന്നെ ഓരോന്നോരോന്നായി നിർവഹിക്കപ്പെടുന്ന കാര്യമാണ്. ഇപ്പോൾ ഫാത്തിഹ റുക്കിനാണ്, നിസ്കാരം വേറെ ഫാത്തിഹ വേറെ എന്നില്ല. അവിടെ ഫാത്തിഹ കൂടി ഉൾക്കൊള്ളുന്നതാണ് നിസ്കാരം എന്ന് പറയാം. റുക്കൂ സുജൂദ് നിസ്കാരത്തെ റുക്കിനാണ്. അപ്പം നിസ്കാരം വേറെയാണ്, റുക്കൂഴ് വേറെയാണ് എന്ന് പറയാൻ പറ്റൂല. റുക്കൂഴും കൂടുമ്പോഴേ നിസ്കാരമാവുകയുള്ളൂ. എന്നാൽ റുക്കൂ ആണോ നിസ്കാരം? അല്ല, റുക്കൂഴും ചേർന്നതാണ് നിസ്കാരം. റുക്കൂഴ് മാത്രം എടുത്താൽ നിസ്കാരമാവോ? ഇല്ല. അത് വാജിബാത്തിലാണ് വരിക, ഷർത്തല്ല. കാരണം ജമാഅത്തിന് മാത്രമേ ഉള്ളൂ, നിസ്കാരത്തിന് ഇല്ലല്ലോ. അത് നിസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ വാജിബാത്തിലാണ്. വയജിബുൽ ഇത്യാനു ബിഹാ, ഇത് ചെയ്യൽ നിർബന്ധവുമാണ്. ഏത്? അർക്കാനും വാജിബാത്തും. ഫലൗ തറക റുക്നൻ ഔ വാജിബൻ, റുക്കിനോ വാജിബുകൾ ഒഴിവാക്കി, അംദൻ മനഃപൂർവം, മഅൽ ഖുദ്റത്തി അലൽ ഇത്യാനി ബിഹി, ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ തന്നെ, ചെയ്യാൻ കഴിയും എന്നിട്ടും അയാൾ ചെയ്തില്ല, ബോധപൂർവം ഒഴിവാക്കി, എങ്കിൽ ബത്വലത് സ്വലാത്തുഹു, ആ നിസ്കാരം ബാത്തിലാകും. ഇപ്പം ഫാത്തിഹ ഓതാൻ കഴിയും, അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ മറന്നതുമല്ല, അയാൾ ഫാത്തിഹ ഓതാതാണ് നിസ്കരിച്ചു. എന്താ വരുന്നത് നോക്കാലോ പറഞ്ഞ്, ഒന്നും വരാനില്ല, അയാൾ നിസ്കാരം ബാത്തിലാവും. അതാ റുക്കിൻ്റെ പ്രത്യേകത. അപ്പം റുക്കിനും വാജിബും ആ പ്രവൃത്തിയുടെ ഭാഗമാണ്, അല്ല ശേഷം വരും. അത് രണ്ടും ആ പ്രവൃത്തിയുടെ ഭാഗമാണ്, അത് ചെയ്യൽ നിർബന്ധമാണ്. കഴിവുണ്ടായിരിക്കെ ബോധപൂർവം ഒഴിവാക്കിയാൽ ആ കർമ്മം ബാത്തിലാവുകയും ചെയ്യും. അപ്പം അവിടെ റുക്കിനും വാജിബും ഒന്നായി. ഈ വിഷയത്തിൽ റുക്കിനും വാജിബും ഒന്നാണ്. എന്നാൽ വൽ ഫർഖു ബൈന റുക്കിനും വാജിബി, റുക്കിനും വാജിബും വ്യത്യാസം എന്താണ്? അന്ന റുക്കിന,
റുക്ന് ലാ യസ്ഖുതു ഒഴിവാകുകയില്ല ഇല്ലാ ഇൻദൽ അജ്സി അൻഹു, കഴിയാത്ത സന്ദർഭത്തിലല്ലാതെ ഒഴിവാകുകയില്ല. റുക്കൂ ചെയ്യാൻ നിനക്ക് കഴിയൂല, റുക്കൂ ചെയ്യണ്ട, അത് തലകൊണ്ടൊന്ന് കുടിഞ്ഞാൽ മതി. നിൽക്കാൻ കഴിയില്ല, നിൽക്കൽ റുക്കനാണല്ലോ, നിൽക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഇരുന്നാൽ മതി. കഴിയുമെങ്കിലോ, കഴിഞ്ഞുകൊണ്ടിരുന്ന് നിസ്കരിച്ചാലോ നിസ്കാരം ബാത്തിലാണ്. അപ്പം റുക്കിന് എന്നുള്ളത് കഴിയാത്ത ഘട്ടത്തിലല്ലാതെ ഒരിക്കലും ഒഴിവാകുകയില്ല. ഫലോ തറക്കഹു സഹ്വൻ, എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് ഒഴിവാക്കി എങ്കിൽ ലസിമഹുൽ ഇത്യാനു ബിഹി, അത് നിർവഹിക്കൽ നിർബന്ധവുമാണ്. ഒരു സുജൂദ് ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് അയാൾ മറന്ന് നേരെ എണീറ്റു, രണ്ടാമത്തെ സുജൂദ് ചെയ്യാതെ മറന്നതാണ് എങ്കിൽ അയാൾ നിർവഹിക്കൽ നിർബന്ധമാണ്. അല്ലാതെ മറന്നതല്ലേ സാരല്ല എന്ന് പറയില്ല. അതാണ് റുക്കിന്. അതെ, അപ്പം ആ റുക്കിന് പോയാൽ ആ സംഗതി ഇല്ലാതാകും എന്നർത്ഥം. ഫഇല്ലം യഅതി ബിഹി, അയാൾ നിർവഹിച്ചില്ലെങ്കിലോ ബത്ലത്ത് സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലാകും. അപ്പം സുജൂദിന് എണീറ്റ് വരുമ്പോഴേക്ക് ഓർമ്മയാലോ സുജൂദിനെ പോയാൽ മതി. എഴുന്നേറ്റ് വന്ന് അടുത്ത റക്അത്ത് തുടങ്ങിയിട്ടാണ് പിന്നെ ഓർമ്മയായത് എങ്കിൽ തിരിച്ചു പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ റക്അത്തിൽ വീണ്ടും നിസ്കരിക്കണം. എന്തായാലും അതിന് വേറെ എക്സ്ക്യൂസ് ഇല്ല. ആ റുക്കിന് മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടാൽ എക്സ്ക്യൂസ് ഇല്ല. കഴിയാത്തത് കൊണ്ട് ഒഴിവാക്കുകയാണെങ്കിലോ പകരം എന്താണോ പഠിപ്പിച്ചത് അത് ചെയ്താലും മതി. അതാ റുക്കിൻ്റെ പ്രത്യേകത. അമ്മൽ വാജിബു, എന്നാൽ വാജിബോ ഫൈന്നഹു ഇദാ തറക്കഹു സഹ്വൻ, മറന്നുകൊണ്ട് ഒഴിവാക്കിയാൽ ലം യൽസമുൽ ഇത്യാനു ബിഹി, പിന്നത് ചെയ്യൽ നിർബന്ധമില്ല. ലാകിൻ യൽസമുഹു അൻ യസ്ജുദ, സുജൂദ് ചെയ്യലാണ് നിർബന്ധം. ബദലൻ അൻഹു സുജൂദ സഹ്വി, സഹ്വിന് സുജൂദ് പകരം ചെയ്താൽ മതി. ഒരു വാജിബ് ഒരാൾ മറന്നുപോയി, ഉദാഹരണം റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്, ഒന്നാമത്തെ തക്ബീർ റുക്കിനാണ്. എന്നാൽ റുക്കുവിലേക്കും സുജൂദിലേക്കൊക്കെ പോകുമ്പോഴുള്ള തക്ബീറുകൾ, തക്ബീറത്തുൽ ഇന്തിഖാലാത്ത്, പോക്ക് വരവിൻ്റെ തക്ബീർ, അത് വാജിബാണ്. ഹംബലി മദ്ഹബ് പ്രകാരം വാജിബാണ്, ഷാഫി മദ്ഹബ് പ്രകാരം അത് സുന്നത്താണ്. അപ്പം ഈ ഒരു വാജിബായ കാര്യം ഒരാൾ മറന്നു, റുക്കുവിലേക്ക് പോയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാതെ പോയി. റുക്കുഴ ഫർളാണ്, റുക്കുഴ അയാൾ ചെയ്തു, പക്ഷെ റുക്കുവിലേക്ക് പോകുമ്പോൾ അയാൾ അല്ലാഹു അക്ബർ എന്ന് പറയാൻ മറന്നുപോയി. ഈത്തിലാലിക്ക് വന്നു, സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ മറന്നുപോയി. ഈത്തിലാൽ ചെയ്തിട്ടുണ്ട്, റുക്കുവും ഈത്തിലാലും ഒക്കെ അയാൾക്ക് ഫർളാണ്, റുക്കിനാണ്, അത് ചെയ്തു. പക്ഷെ തക്ബീർ എന്നത് വാജിബാണ്, അത് അയാൾ നിർവഹിക്കാൻ മറന്നു. എന്നാൽ ഞാൻ അയാൾ രണ്ടാമത് അല്ലാഹു അക്ബർ പറയണോ ഓർമ്മയായപ്പോൾ? അത് വേണ്ട. അയാൾ ചെയ്യേണ്ടത് അതിന് പകരം സഹ്വിനെ സുജൂദ് ചെയ്യാണ് വേണ്ടത്. റുക്കിനാകുമ്പോഴോ അത് തന്നെ അയാൾ നിർവഹിക്കണം. നിർവഹിക്കേണ്ട സമയം കഴിഞ്ഞാലോ ചിലപ്പോൾ ആ പാർട്ട് മൊത്തം അയാൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ വാജിബും റുക്കും തമ്മിൽ വ്യത്യാസം എന്താണ്? റുക്കിന് മറന്നാലും ഒഴിവാകൂല, അതിക്ക് തിരിച്ചു പോകണം. വാജിബ് മറന്നാൽ അത് രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല, പകരം സഹ്വിനെ സുജൂദ് ചെയ്താൽ മതി. ഈ തക്ബീറുകളൊക്കെ വാജിബാത്തിലാണ്. റുക്കൂഴിലും സുജൂദിലുമൊക്കെയുള്ള പ്രാർത്ഥനകൾ ഒരു വട്ടം ചൊല്ലൽ വാജിബാണെന്നാണ് പ്രബലാഭിപ്രായം. റുക്കൂഴിലെ ദുആ, ഇഅ്തിദാലിലെ ദുആ, സുജൂദിലെ ദുആ, ഇടയിൽ ഇരുത്തത്തിലെ ദുആ ഒക്കെ വാജിബാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഒരു വട്ടം ചൊല്ലൽ, 3 വട്ടം ചൊല്ലൽ സുന്നത്ത്, ഒരു വട്ടം നിർവഹിക്കൽ വാജിബ്. അപ്പോൾ അതുകൾ നിർവഹിച്ചില്ല, മറന്നുപോയി, നിസ്കാരം സ്വഹിയാവും, അല്ലെങ്കിൽ സഹ്വിനെ സുജൂദ് ചെയ്താൽ മതി. ഷാഫി മദ്ഹബിൽ അതെല്ലാം സുന്നത്താണ്, വാജിബല്ല. അതുകൊണ്ട് അത് മറന്നാലും പ്രത്യേകിച്ചൊന്നും ഇല്ല, സഹ്വിനെ സുജൂദ് അയാൾക്ക് സുന്നത്തായി മാറും എന്ന് മാത്രം. ഫർറുക്നു, അപ്പോൾ റുക്ന് ലാ യുംകിനു വുജൂദു മാഹിയത്തി സ്വലാത്തി ഇല്ലാ ബിവുജൂദിഹി, നിസ്കാരം എന്നത് ഉണ്ടാവുക ഇല്ല, ഇല്ലാ ബിവുജൂദിഹി, ഇത് ഉണ്ടെങ്കിലല്ലാതെ. അതാ റുക്ന്, ഇതുണ്ടായാലല്ലാതെ നിസ്കാരമില്ല. ഇല്ല ഇൻ തഅല്ലറ, കഴിയാതെ വന്നെങ്കിലൊഴികെ. ബിഖിലാഫിൽ വാജിബി, വാജിബ് അങ്ങനെയല്ല. ഫയുംകിനു വുജൂദുഹാ ബിദൂനിഹി, അതില്ലെങ്കിലും നിസ്കാരമുണ്ടാകും. അപ്പോൾ റുക്നില്ലെങ്കിൽ നിസ്കാരമില്ല, ഷർത്തില്ലെങ്കിൽ നിസ്കാരമില്ല, വാജിബില്ലെങ്കിൽ നിസ്കാരമുണ്ട്. 3 വ്യത്യാസം മനസ്സിലായോ? ഷർത്തില്ലെങ്കിൽ നിസ്കാരമില്ല, പക്ഷെ ഷർത്ത് നിസ്കാരത്തിന് പുറത്താണ്. ഷർത്ത് നിസ്കാരത്തിന് പുറത്താണ്, അതില്ലെങ്കിൽ നിസ്കാരമില്ല. റുക്ന് നിസ്കാരത്തിന് അകത്താണ്, അതില്ലെങ്കിൽ നിസ്കാരമില്ല.
വാജിബ് നിസ്കാരത്തിനകത്താണ്, അതില്ലെങ്കിലും നിസ്കാരമുണ്ട്. അപ്പം മൂന്നും തമ്മിൽ യോജിക്കുന്ന കാര്യം ഏതാണുള്ളത്? ഷർത്തും റുക്കിനും യോജിക്കുന്നതുണ്ട്, റുക്കിനും വാജിബും യോജിക്കുന്നതുമുണ്ട് അല്ലേ? ഷർത്തും റുക്കിനും യോജിക്കുന്നതാണ്. ഷർത്തില്ലെങ്കിൽ നിസ്കാരമില്ല, റുക്കിനില്ലെങ്കിലും നിസ്കാരമില്ല. ആ വിഷയത്തിൽ രണ്ടും ഒന്നാണ്. എന്നാൽ ഷർത്ത് പുറത്താണ്, റുക്കിന് അകത്താണ്. റുക്കിനും വാജിബും നിസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ വിഷയത്തിൽ രണ്ടും യോജിക്കുന്നു. എന്നാൽ റുക്കിനില്ലെങ്കിൽ നിസ്കാരമില്ല, വാജിബില്ലെങ്കിൽ നിസ്കാരമുണ്ട്. അവിടെ അത് വിയോജിക്കുന്നു. അപ്പം മൂന്നും തമ്മിൽ വ്യത്യാസങ്ങളുടെ അർത്ഥം. ഷർത്ത് വേറെ, റുക്കിന് വേറെ, വാജിബ് വേറെ, ഓരോന്നിൻ്റെതായ ഹുക്മുകൾ ഉണ്ട്. അവിടെ നമ്പർ 1 കണ്ട യുൻദർ ഫി ഹാദിൽ മസാഇൽ ഇസ്ലാസ് അൽ ഫുറൂഖ്. ഈ മസലകൾ മൂന്നും നോക്കാൻ പറ്റിയ കിതാബാണ് അൽ ഫുറൂഖ്. ഇമാം ഖറാഫി റഹിമഹുല്ലാ 7-ാം നൂറ്റാണ്ടിൽ എഴുതിയ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ ഇമാം ഖറാഫി, അദ്ദേഹം 7-ാം നൂറ്റാണ്ട് 637 തോന്നുന്നു അദ്ദേഹം മരിക്കുന്നത്. അള്ളാഹു കറക്റ്റ് ഓർമ്മയില്ല, ഇതിന് ആ ഒരു റൗണ്ടിലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം എഴുതിയ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഫുറൂഖ്, ഫർക്കുകൾ. ഇങ്ങനെ ദീനി ഉപയോഗിച്ച വ്യത്യസ്തമായ സാങ്കേതിക ശബ്ദങ്ങൾ, അതൊക്കെ തമ്മിലെ വ്യത്യാസങ്ങൾ മാത്രം വിവരിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ ഫുറൂഖ്. ഏതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് അവിടെ കാണാം. വാജിബ്, റുക്കന്, ഷർത്ത് തമ്മിലെ വ്യത്യാസങ്ങൾ, സുന്നത്ത്, നഫ്ല് തമ്മിൽ വ്യത്യാസങ്ങൾ, റിവായത്ത്, ഷഹാദത്ത് തമ്മിലെ വ്യത്യാസങ്ങൾ. ഇങ്ങനെ എന്തൊക്കെ സമാനമായി വരുന്നുവോ അവ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് വിവരിക്കാൻ വേണ്ടി 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഫുറൂഖ്. ഇമാം ഖറാഫി മാലിക്കി മദ്ഹബുകാരനാണ്. ഈ കിതാബ് പിൽക്കാലത്ത് ശേഷം വന്ന 10 ശർഹ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 10 തൽഖീസ് ചുരുക്കിയതിലുമുണ്ട് ഈ കാലത്ത് പോലും. അപ്പം ഇക്കാലത്തും മാലിക്കി മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ, ആഫ്രിക്കക്കാരനായ പണ്ഡിതൻ, ഇപ്പോൾ ജീവിച്ചിട്ടുള്ള ആൾ, അദ്ദേഹം ആ കിതാബ് മുഖ്തസറാക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യമില്ലാത്ത വിശദീകരണങ്ങളൊക്കെ ഒഴിവാക്കി അതിന് ഏറ്റവും ഒരു എസൻസ് മാത്രം എടുത്ത് ചെറിയ ഒരു വാള്യമാക്കി 100-ൽ താഴെ പേജുകളാക്കി അദ്ദേഹം അത് ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഇക്കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ആഫ്രിക്കയിലെ മൊറിത്താനിയയിലെ അവിടുത്തെ പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇത് ചുരുക്കി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം ഹജ്ജിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ടു. അദ്ദേഹം എഴുതിയ മുഖ്തസർ എനിക്കത് കോപ്പി അദ്ദേഹം ഫ്രീ ആയിട്ട് നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ മസലകൾ. അതാണ് ഫുറൂഖ്. അപ്പോൾ ഇവിടെ അൽ ഫർഖു ബൈന ഷർത്തി വബൈന റുക്നി വൽ വാജിബ്, ഷർത്ത്, റുക്ന്, വാജിബ് എന്നിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇനി നിസ്കാര ഷർത്തിൻ്റെ എണ്ണം, അതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ 1, 2, 3 അങ്ങനെ അത് ഏതൊക്കെ ഷർത്തുകളുണ്ട് എന്നതാണ് 4-ാമത്തെ അധ്യായം മുതൽ പറയാൻ പോകുന്നത്. ഏതായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ വിവാദത്തുമായി ബന്ധപ്പെടുന്ന നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നിസ്കാരത്തിൻ്റെ സാധുതയ്ക്ക് തന്നെ ഭംഗം വന്നേക്കാം. അതിനാൽ പരമാവധി അത് ശ്രദ്ധിക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.